ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നെന്നും മതിയായവൻ. എൻ്റെ പാപഭാരമെല്ലാം തൻ്റെ ചുമലിൽ ഏറ്റുകൊണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സെഫന്യായുടെ ബുക്ക് നമ്മളിങ്ങനെ മൈനർ പ്രൊഫറ്റ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയത്. ഇതിനിടയ്ക്ക് നമ്മൾ ഈ വർഷിപ്പിനെ കുറിച്ച്, ട്രൂ ആൻഡ് ഫാൾസ് വർഷിപ്പ്, ദെൻ വർഷിപ്പും പ്രൈസും പ്രയറും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ചിന്തിച്ചു. അതിടയ്ക്ക് ചിന്തിച്ചെന്നുള്ളൂ. നമ്മൾ വിൽ കണ്ടിന്യൂ വിത്ത് ദി മൈനർ പ്രൊഫറ്റ്സ്. സെഫന്യായുടെ ബുക്ക് എടുക്കുമ്പോൾ സെഫന്യ, അതിനു മുമ്പുള്ള ഇതൊക്കെ നമ്മൾ പഠിച്ചതാ. ചെറുതെല്ലാം പഠിച്ചിട്ട് നമുക്ക് ആമോസ്, ഹോശിയൊക്കെ പഠിക്കാനുണ്ട് മൈനർ പ്രൊഫറ്റ്സിൽ തന്നെ. തുടങ്ങുന്ന ഇങ്ങനെയാ: യഹൂദ രാജാവും സെഫന്യ. യഹൂദ രാജാവും ആമോന്റെ പുത്രനുമായ യോശിയായുടെ നാളുകളിൽ കൂശിയുടെ പുത്രനായ സെഫന്യാക്ക് കർത്താവിൽ നിന്ന് അരുളപ്പാടുണ്ടായി. ഹിസ്കിയായുടെ പുത്രനായ അമരിയായുടെ പുത്രനായ ഗദല്യായുടെ പുത്രനായിരുന്നു കൂശി. അപ്പൊ ഇതില് നമുക്ക് സാധാരണ പ്രൊഫറ്റ്സ് റോയൽ ലൈനിലല്ല. ഇദ്ദേഹം ഈ സെഫന്യ മാത്രം ആരുടെ കൊച്ചുമോനാ? ഹിസ്കിയായുടെ കൊച്ചുമോനാ. അപ്പൊ ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കിയാലേ നമുക്ക് ഈ മൈനർ പ്രൊഫറ്റ്സിന്റെ മെസ്സേജ് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ ഇതില് യോശിയായുടെ കാലത്ത് ഉള്ളതാണ് ജീവിച്ചിരിക്കുന്നത്. യോശിയായുടെ കാലത്ത് ജീവിച്ചിരിക്കുന്ന ആളാണ് സെഫന്യ. ബട്ട് ഇവിടെ പറഞ്ഞേക്കുന്നത് ഹിസ്കിയ തുടങ്ങി യോശിയ വരെയുള്ള ഒരു ബ്രീഫായിട്ട് അതിന്റെ ഒരു ഹിസ്റ്ററി, അല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണ്ട, ബ്രീഫായിട്ട് മനസ്സിലാക്കിയാലേ ഇതിലെ വാക്കുകളുടെ തീക്ഷ്ണതയും ഗൗരവവും നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ ഇതില് ഈ ജെറമിയ ചാപ്റ്റർ 1:1 വായിക്കുമ്പോൾ എന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ജെറമിയായും സെഫന്യായും ഒക്കെ കോണ്ടംപററി, മീൻസ് ഒന്നിച്ച് ജീവിച്ചിരുന്നവരാ, ഒന്നിച്ച് പ്രവചിച്ചിരുന്നവരാ. ജെറമിയ 1:1 വായിക്കുമ്പോൾ ബെന്യാമിൻ ദേശത്തിൽ അനാത്തോത്തിൽ പാർത്തിരുന്ന പുരോഹിതരിൽപ്പെട്ട ഹിൽക്കിയായുടെ പുത്രനായ ജെറമിയായുടെ വചനങ്ങൾ. ആമോന്റെ പുത്രനും യഹൂദ രാജാവുമായ യോശിയായുടെ കാലത്ത് അയാളുടെ വാഴ്ചയുടെ 13-ാം വത്സരത്തിൽ ജെറമിയായ്ക്ക് കർത്താവിന്റെ അരുളപ്പാട് ലഭിച്ചു. ഇപ്പൊ യോശിയായുടെ സമയത്ത് ജെറമിയായും ആ സമയത്ത് തന്നെയാണ് സെഫന്യായും. ഇതിന്റെ ഹിസ്റ്ററി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ ദൈവം ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാകത്തില്ല. അല്ലെങ്കിൽ നമ്മൾ സെഫന്യ വായിച്ചൊന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ ഹിസ്കിയയുടെ കാലം എടുക്കുമ്പോൾ 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് ക്രോണിക്കിൾസ്, നമുക്കറിയാം ക്രോണിക്കിൾസ് ആൻഡ് സെക്കൻഡ് കിങ്സ്. റിപ്പീറ്റേഷൻ അല്ല, രണ്ടും 2 പർപ്പസിലാണ്. അപ്പോൾ സെക്കൻഡ് കിങ്സ് 21 എടുക്കുമ്പോൾ ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കിയാലേ സെഫന്യായിലൂടെ വന്ന ദൈവവചനത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സെക്കൻഡ് കിങ്സ് 21 അതായത് മനേശയ്ക്ക് മുമ്പ് ഹിസ്കിയായിരുന്നു. അപ്പൊ ഹിസ്കിയയുടെ കാലം നമുക്കറിയാവുന്ന കാര്യമാണ്. ഹിസ്കിയ വാസ് എ ഗുഡ് കിങ്, നല്ല രാജാവായിരുന്നു. അറ്റ് ദി സെയിം ടൈം ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഗോഡ്ലി മാൻ ആയിരുന്നില്ല. നമുക്കറിയാം ഹിസ്കിയയുടെ കാലത്ത് ഹിസ്കിയ ഒത്തിരി റിവൈവൽ നടത്തി. ദെൻ ഹിസ്കിയക്ക് രോഗം വന്ന കാര്യവും പ്രാർത്ഥിച്ച കാര്യവും ദെൻ ഹിസ്കിയ ബാക്ക് സ്ലൈഡ് ചെയ്ത കാര്യവും ഒക്കെ നമുക്കറിയാവുന്ന കാര്യം. ഹിസ്കിയ രോഗത്തിൽ നിന്ന് സൗഖ്യം കിട്ടിയപ്പോൾ പറയുന്ന ഒരു കാര്യം നമ്മളെന്നും ഓർക്കുന്നതാ, ഇനി ഞാൻ ജീവിക്കാം. അപ്പൊ എന്നും ഇത് നമുക്കറിയാവുന്ന കാര്യം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് റിമൈൻഡ് ചെയ്താൽ ഇറ്റ്സ് യൂസ്ഫുൾ. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ്? കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണോ അതോ കർത്താവിനും വേണ്ടി ജീവിക്കുന്നവരാണോ? അവനവനോട് തന്നെ അവനവൻ ആൻസർ പറഞ്ഞാൽ മതി, പുറത്തേക്ക് പറയണ്ട. നമ്മൾ കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണോ അതെയോ കർത്താവിന് വേണ്ടിയും നമുക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്നതാണ്? കർത്താവിന് വേണ്ടി മാത്രം അല്ലാതെ ജീവിക്കുന്നു എങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ഫെയിൽ, ഒരു സംശയമില്ല. കാരണം ദൈവവചനത്തിന് മുഖപക്ഷയില്ല. കാലത്തിൻ്റെയോ സമയത്തിൻ്റെയോ അല്ലെങ്കിൽ വ്യക്തികളുടെ ഒന്നുമില്ല. ഇറ്റ്സ് ടൈം, കാലത്തിന് അതീതമാണ് ദൈവത്തിന്റെ വചനം. കർത്താവ് പറഞ്ഞു ആകാശവും ഭൂമിയും കടന്നു പോകും, ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. ബിഫോർ ഫ്ലഡ് നമ്മൾ കാണുന്നുണ്ട് ആബേലുണ്ട്, ഹാനോക്കുണ്ട്, നോഹ് വരെ. അവരോട് ദൈവം എങ്ങനെ ഡീൽ ചെയ്തോ
അതുപോലെ തന്നെ നമ്മളോട് ഡീൽ ചെയ്യത്തുള്ളൂ. നമുക്ക് ഇച്ചിരിയുടെ കൂടുതലായിട്ട് സ്ട്രിക്റ്റ് ആണ്. കാരണം അന്നത്തേക്കാൾ കൂടുതൽ ദൈവത്തെ നമുക്ക് റിവീൽ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ആബേലിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു, ആബേല് വിശ്വാസത്താൽ ബലി അർപ്പിച്ചു. നമ്മൾ ഹീബ്രൂസ് 11 നമ്മൾ വായിക്കുകയാണ്, ആബേൽ ഇന്നും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ദെൻ ഹാനോക്ക്. അപ്പൊ ഇതില് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഹിസ്കിയ വലിയൊരു രോഗത്തിൽ നിന്ന് സൗഖ്യം കിട്ടിയപ്പോൾ ഒരു തീരുമാനം എടുത്തു, ഇനി ഞാൻ കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കും. ഇപ്പൊ നമുക്കിത് എഴുതി കിട്ടിയേക്കുന്നത് 1 Corinthians 10 നമ്മൾ വായിക്കുകയും മുന്നമേ എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ എഴുതി കിട്ടിയിരിക്കുന്ന എല്ലാം എന്തിനു വേണ്ടിയാ? ബുദ്ധി ഉപദേശിക്കാനാ. നമ്മൾ ഇതിൽ നിന്ന് ബുദ്ധി പഠിക്കുന്നുണ്ടോ അതെയോ ഈ ഹിസ്കിയയുടെ കാര്യം വെറുതെ പഠിക്കുന്നുണ്ടോ? നമ്മൾ നോക്ക്, ദൈവത്തിന് മുഖപക്ഷയില്ല. ദൈവം സ്ട്രിക്റ്റ് ആണ്. ദൈവത്തിന് സ്ട്രിക്റ്റും ആണ്. ദൈവത്തിന്റെ സ്ട്രിക്ട്നെസ് ആൻഡ് കാർക്കശ്യം. ചില കാര്യത്തിൽ സ്ട്രിക്റ്റ് ആണ് ദൈവം. ഐ വോണ്ട് ഷെയർ മൈ ഗ്ലോറി വിത്ത് എനിബഡി. ദൈവത്തിന്റെ മഹത്വം ആരുമായിട്ടും പങ്കുവയ്ക്കത്തില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അപ്പൊ ഹിസ്കിയ അങ്ങനെ ജീവിച്ചു, ബാക്ക് സ്ലൈഡ് ചെയ്തു. അതിനുശേഷം രോഗസൗഖ്യം കിട്ടി കഴിഞ്ഞപ്പോൾ ബാബിലോണിൽ നിന്ന് ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? നമുക്കറിയാവുന്ന കാര്യങ്ങളാ. വന്നു കഴിഞ്ഞപ്പോൾ രോഗസൗഖ്യത്തെ കുറിച്ചും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. പറഞ്ഞെന്താ? ഈ മിലിറ്ററി പവറും വലുമയും എല്ലാം കാണിച്ചു. അത് കഴിഞ്ഞപ്പോ ദൈവത്തിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇന്ന് നീ കാണിച്ചു കൊടുത്ത സാധനം എല്ലാം ബാബിലോണിലോട്ട് പോകും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിന് പഠിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന് മഹത്വം കൊടുക്കാതെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉള്ള കാര്യത്തിന് നമ്മൾ മഹത്വം എടുക്കുന്നു എങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ദൈവത്തിന്റെ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് ആണെന്ന്. ഇത് ഹൃദയാവസ്ഥയാണ്. അല്ല വാഗൊണ്ട് പറയുന്നതിൽ തന്നെയാണ്. വാഗൊണ്ട് പറയും, ഹൃദയത്തിലുള്ളൊരു വാഗൊണ്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല. അറ്റ് ദി സെയിം ടൈം നമ്മൾ എന്തായിരിക്കുന്നത് ദൈവകൃപയാലാണെന്ന് സിൻസിയറായിട്ട്, അല്ലെങ്കിൽ ഫോർ ദി സേക്ക് ഓഫ് മനുഷ്യന്റെ മുമ്പിൽ പറയാനല്ല, യഥാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്ന് അങ്ങനെ വിശ്വസിക്കാത്തവരുടെ ഇതെല്ലാം ഇങ്ങോട്ട് നാട് കടത്തപ്പെടും, ബാബിലോണിലോട്ട് പോകും. ബാബിലോൺ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ബാബിലോൺ അല്ല, മീൻസ് ഇറ്റ് വിൽ ഗോ ടു ദി വേൾഡ്, നശിച്ചു പോകും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അധികം നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ദൈവം എന്ത് നൽകിയിട്ടുണ്ടോ ഇത് എന്നും ദൈവത്തിൻ്റെതാണെന്നുള്ളൊരു ഹൃദയാവസ്ഥയിൽ, അല്ലെങ്കിൽ ഇത് എൻ്റേതല്ല എന്നുള്ളൊരു ഹൃദയത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവികരായിട്ടുള്ള മനുഷ്യരെ കുറിച്ച് വായിക്കുമ്പോൾ ജോസഫിന്റെ അടുത്ത് യാക്കോബിന് 2 മക്കളെ കൊടുക്കുമ്പോൾ, മക്കളെ കാണിക്കുമ്പോൾ ജോസഫ് പറയും, ദൈവം എനിക്ക് തന്ന മക്കളാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ ഹൃദയത്തിൽ നമ്മൾ ഈ പൂർവ്വപിതാക്കന്മാരായിട്ടുള്ള ഗ്രേറ്റ് മനുഷ്യരുടെ ഹൃദയാവസ്ഥയിൽ നമ്മൾ എത്തിപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ ബൈബിൾ സ്റ്റഡി കൊണ്ട് നമുക്കൊരു ഗുണമില്ല. എന്തെങ്കിലും ഗുണമുണ്ടോ? അത് നമ്മൾ ചിന്തിക്കാറുള്ളതാ. എൻ്റെ വചനം ഫലം പുറപ്പെടുവിക്കാതെ മടങ്ങി വരില്ല. ഐസിയ 55 നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഐസിയ 55 അത് നമ്മളെല്ലാം ഓർത്തിരിക്കണം. അല്ലാതെ ഇത് കേട്ടിട്ട് നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ അനുഗ്രഹം കിട്ടിയില്ല, അല്ലെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ലെന്നല്ല. ഇറ്റ് വിൽ ക്രിയേറ്റ് ആൻ ഇമ്പാക്ട്. ഐസിയ 55 വേഴ്സ് അതിൻ്റെ 10 തുടങ്ങി വായിക്കുമ്പോൾ, ആകാശത്തു നിന്ന് പെയ്യുന്ന മഴയും മഞ്ഞും അവിടേക്ക് മടങ്ങിപ്പോകാതെ ഇറങ്ങി വന്ന് ഭൂമിയെ നനച്ച് ഫലഭൂയിഷ്ടമാക്കി മുള പുറപ്പെടുവിച്ച് വിതക്കാരന് വിത്തും ഭക്ഷിക്കുന്നവന് അപ്പവും നൽകുന്നു. അതുപോലെ തന്നെയാണ് എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനങ്ങളും. അത് എൻ്റെ അടുക്കിലേക്ക് വെറുതെ മടങ്ങി വരില്ല, മറിച്ച് അത് എൻ്റെ ലക്ഷ്യം നിറവേറ്റുകയും ഞാൻ അതിനെ അയച്ച കാര്യത്തിൽ മുന്നേറുകയും ചെയ്യും. അപ്പൊ ഇതില് നമ്മൾ വായിക്കുന്നുണ്ട്, 2 കൊരിന്ത്യർ പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ രക്ഷിക്കപ്പെടുന്നവരുടെയും നശിക്കുന്നവരുടെയും ഇടയിൽ ക്രിസ്തുവിന്റെ സൗരഭ്യം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിൽ ജീവനിൽ നിന്ന് ജീവനിലേക്ക്, രക്ഷിക്കപ്പെടാത്തവരുടെ ഇടയിൽ മരണത്തിൽ നിന്ന് മരണത്തിലേക്ക്. അപ്പൊ നമ്മൾ ഒരിക്കലും വിചാരിക്കണ്ട നമ്മൾ ദൈവത്തിന്റെ വചനം കേട്ടിട്ട് വി ക്യാൻ ബി ദി സെയിം ആസ് ബിഫോർ. ഐദർ വി ആർ ഓൾ സ്പിരിച്വലി ഗ്രോയിങ് ഓർ വി ആർ ഗോയിങ് ഡൗൺ. അപ്പൊ ഇതിനകത്ത് എങ്ങനെയുള്ള ആൾക്കാരാന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കണം. ഒന്നിലും നമ്മൾ ആത്മീയമായിട്ട് വളരുന്നുണ്ട്, ഇല്ല താഴോട്ട് പോകുന്നുണ്ട്. യു കനോട്ട് റിമെയിൻ ദി സെയിം ആസ് ബിഫോർ. ഇംപോസിബിൾ. കാരണം ദൈവത്തിന്റെ വചനം ഇമ്പാക്ട് ഉണ്ടാക്കും. അത് മാറ്റിമറിക്കുന്ന അല്ലെങ്കിൽ റെവല്യൂഷണറിയാണ് ദൈവത്തിന്റെ വചനം. ഒരിക്കലും ആ സെയിം ആസ് ബിഫോർ ആയിട്ട് നമുക്ക് തുടരാൻ പറ്റത്തില്ല. ഒന്നുകിൽ നമ്മൾ സ്പിരിച്വലി ഗ്രോ ചെയ്യും, അല്ലെങ്കിൽ സ്പിരിച്വലി ഡൗൺ ആയിട്ട് പോകും. നമ്മളെ തന്നെ ചോദന ചെയ്താൽ അറിയാൻ പറ്റും നമ്മൾ വളരുന്നുണ്ടോ അത് താഴേക്കാണോ പോകുന്നത്. അപ്പൊ ഇതില് ഹിസ്കിയയുടെ സമയത്ത് അപ്പൊ ബാബിലോണിലോട്ട് ഇതെല്ലാം നാട് കടത്തപ്പെടുമെന്ന് പ്രവാചകൻ പറഞ്ഞു. നമുക്കറിയാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഹിസ്കിയാക്ക് ശേഷം മനേസ്യ ഉണ്ടായി. 2 സെക്കൻഡ് ക്രോണിക്കിൾസ് അല്ല കിങ്സ് എടുക്കുന്നുണ്ട്. 2 Kings 21
ഒന്നും അവശേഷിക്കുകയില്ലെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. അത് 20:16 അത് ഓൾറെഡി മറ്റേ ഹിസ്കിയ ഐസയുടെ ബുക്കിലുണ്ട്. ദെൻ 21 സെക്കൻഡ് കിങ്സ് 21 ഈ മനേശ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് എഴുതിയിരുന്നു. പെട്ടെന്ന് വായിക്കാം. 12 വയസ്സുള്ളപ്പോൾ മനേശ ഭരണം തുടങ്ങി. നമ്മളിത് വായിക്കുന്നത് ഇതിനു വേണ്ടിയാ, സെഫാനിയയുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. 12 വയസ്സുള്ളപ്പോൾ മനേശ ഭരണം തുടങ്ങി. അയാൾ ജെറുസലേമിൽ 55 വത്സരം ഭരിച്ചു. അതായത് ഹിസ്കിയയ്ക്ക് ശേഷം പിന്നീടുള്ള ഈവിളായിട്ടുള്ള കിങ് 55 വർഷം ഭരിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് ഹിസ്കിയ എന്തൊക്കെ നന്മ ചെയ്തിട്ടുണ്ട് അതിന്റെ എല്ലാ നന്മയും പോയിട്ട് ഒരു ടോട്ടലി ഈവിളായിട്ടുള്ള ഒരു സിറ്റുവേഷൻ മനേശ ഡെവലപ്പ് ചെയ്തു. അയാൾ പോട്ടെ. ദെൻ ഇസ്രായേൽക്കാരുടെ മുമ്പിൽ നിന്ന് കർത്താവ് പുറന്തള്ളിയ ജനതകളുടെ മ്ലേച്ഛ നടപടികൾ അനുസരിച്ച് അയാൾ കർത്താവിന്റെ ദൃഷ്ടിയിൽ തിന്മയായത് ചെയ്തു. പിതാവായ ഹിസ്കിയ നശിപ്പിച്ച പൂജാഗിരികൾ അയാൾ പുതുക്കി പണിതു. ഹിസ്കിയ നശിപ്പിച്ചതെല്ലാം പുതുക്കി പണിതു. ഇസ്രായേൽ രാജാവായ ആഹാബിനെ പോലെ മനേശയും ബാലിനു വേണ്ടി ബലിപീഠങ്ങൾ നിർമ്മിച്ചു. അശേറ പ്രതിഷ്ഠ ഉണ്ടാക്കി. ആകാശജാലങ്ങളെ എല്ലാം സേവിച്ച് ആരാധിച്ചു. ജെറുസലേമിൽ ഞാൻ എന്റെ നാമം സ്ഥാപിക്കും എന്ന് കർത്താവ് അരുൾ ചെയ്തിരുന്നത് തന്റെ ആലയത്തെക്കുറിച്ചാണ്. ഈ ആലയത്തിൽ രാജാവ് ബലിപീഠങ്ങൾ നിർമ്മിച്ചു. കർത്താവിന്റെ ആലയത്തിന്റെ 2 തിരുമുറ്റത്തും അയാൾ ആകാശജാലങ്ങൾക്കെല്ലാം ബലിപീഠങ്ങൾ നിർമ്മിച്ചു. അയാൾ പുത്രനെ ബലിയായി ദഹിപ്പിച്ചു. ശകുനം പറയിച്ചു. ലക്ഷണം നോക്കിച്ചു. വെളിച്ചപ്പാടുകളോടും മന്ത്രവാദികളോടും ബന്ധം പുലർത്തി. അയാൾ കർത്താവിന്റെ ദൃഷ്ടിയിൽ ഏറെ തിന്മ ചെയ്ത് അവനെ പ്രകോപിപ്പിച്ചു. താൻ ഉണ്ടാക്കിയ അശേറയുടെ കൊത്തുരൂപം കർത്താവിന്റെ ആലയത്തിൽ അയാൾ സ്ഥാപിച്ചു. ഈ ആലയത്തെക്കുറിച്ച് ദാവീദിനോടും അയാളുടെ പുത്രനായ സോളമനോടും കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്തിരുന്നു: ഞാൻ ഇസ്രായേലിന്റെ എല്ലാ ഗോത്രങ്ങളിൽ നിന്നുമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ജെറുസലേമിൽ ഈ ആലയത്തിൽ എന്റെ നാമം എന്നേക്കും സ്ഥാപിക്കും. ഞാൻ ഇസ്രായേലിന് നൽകിയിട്ടുള്ള കൽപ്പനകളും എന്റെ ദാസനായ മോശ അവർക്ക് കൽപ്പിച്ച് നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ അവർ ശ്രദ്ധിക്കുക മാത്രം ചെയ്താൽ അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ നൽകിയിട്ടുള്ള ഈ ദേശം വിട്ട് അവരുടെ പാദങ്ങൾ അലയാൻ ഞാൻ ഇടവരുത്തുകയില്ല. പക്ഷെ അവർ അത് ചെവിക്കൊണ്ടില്ല. ഇസ്രായേൽക്കാരുടെ മുമ്പിൽ നിന്ന് കർത്താവ് നശിപ്പിച്ചു കളഞ്ഞ ജനതകളേക്കാൾ കൂടുതൽ തിന്മ പ്രവർത്തിക്കാൻ തക്കവണ്ണം മനേശ ജനങ്ങളെ വശീകരിച്ചു. ഇത് 1-2 ദിവസത്തേക്കല്ല, ഫോർ 55 years. ചിന്തിച്ചു നോക്കണം, ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മനസ്സിലാക്കാൻ. അപ്പം ഈ ഹിസ്കിയയുടെ സമയത്ത് കുഴപ്പമില്ലായിരുന്നു, അത്ര വലിയ കോട്ട്ലി അല്ല, കുഴപ്പമില്ലാതെയൊക്കെ പോയി. മനേശയുടെ 55 വർഷത്തെ നീണ്ട ഭരണം, ടോട്ടൽ ഈ ജാതികളെക്കാൾ മോശമായിട്ടുള്ള ഭരണം കർത്താവ് തന്റെ ദാസരായ പ്രവാചകരിലൂടെ അരുൾ ചെയ്തു. യഹൂദ രാജാവായ മനേശ ഈ മ്ലേച്ഛതകളെല്ലാം ചെയ്തിരിക്കുന്നു. അയാൾക്ക് മുമ്പുണ്ടായിരുന്ന അമോര്യർ ചെയ്തിരുന്നതിനേക്കാൾ കൂടുതൽ ദുഷ്ടതകൾ അയാൾ ചെയ്തിരിക്കുന്നു. അയാൾ വിഗ്രഹങ്ങൾ വഴിയായും യഹൂദയെ കൊണ്ട് പാപം ചെയ്യിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു: കേൾക്കുന്നവരുടെ ചെവികൾ തരിപ്പിക്കുമാറുള്ള അനർത്ഥം ഇതാ ഞാൻ ജെറുസലേമിനും യഹൂദായിലും ഉണ്ടാക്കുന്നു. ഞാൻ ജെറുസലേമിന്റെ മേൽ ശമരിയായുടെ അളവ് നൂലും ആഹാബ് ഭവനത്തിന്റെ തൂക്കുകട്ടയും പിടിക്കും. താലം തുടച്ച് കമിഴ്ത്തുന്നത് പോലെ ഞാൻ ജെറുസലേമിനെ തുടച്ചു കളയും. എന്റെ അവകാശത്തിന്റെ ശിഷ്ടഭാഗം ഞാൻ എറിഞ്ഞു കളയും. ശത്രുക്കളുടെ കയ്യിൽ അവരെ ഞാൻ ഏൽപ്പിക്കും. ശത്രുക്കൾക്കെല്ലാം അവർ ഇരയും കൊള്ളവസ്തുവുമാകും. അവരുടെ പിതാക്കന്മാർ ഈജിപ്തിൽ നിന്ന് പുറത്തു കടന്നതു മുതൽ ഇന്ന് വരെ അവർ എന്റെ ദൃഷ്ടിയിൽ തിന്മയായത് പ്രവർത്തിച്ച് എന്നെ പ്രകോപിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. കർത്താവിന്റെ ദൃഷ്ടിയിൽ തിന്മയായത് യഹൂദ ചെയ്യാൻ തക്കവണ്ണം മനേശ അവരെ കൊണ്ട് പാപം ചെയ്യിച്ചു. ഇതിനു പുറമെ അയാൾ ജെറുസലേമിൽ അങ്ങോളം ഇങ്ങോളം നിറയെ കുറ്റമറ്റ രക്തം ചൊരിഞ്ഞു. അപ്പൊ ഇതില് ഈ ഒരു സെന്റൻസ് നമുക്കും ബാധക. അതിന്റെ 15-ാം സെന്റൻസിൽ അവരുടെ പിതാക്കന്മാർ ഈജിപ്തിൽ നിന്ന് പുറത്തു കടന്നത് മുതൽ ഇന്ന് വരെ അവർ എന്റെ ദൃഷ്ടിയിൽ തിന്മയായത് പ്രവർത്തിച്ച് എന്നെ പ്രകോപിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇതില് ഈ മനേശ മാത്രമല്ല, നമ്മളതിന്റെ ഹിസ്റ്ററി എടുക്കുമ്പോൾ ജോഷുവയുടെ സമയത്ത് ആണ് കാനാനിലോട്ട് കയറിയത്. കാനാനിലോട്ട് കയറിയപ്പോ തന്നെ ആഖാൻ അവിടെ പാപം ചെയ്തു, അല്ലേ? പിന്നീട് ജഡ്ജസിന്റെ കാലം 400 വർഷം മുഴുവൻ അവർ വിഗ്രഹത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അതവിടെ പറയുന്നത് ഈജിപ്തിൽ നിന്ന് കടന്നത് മുതൽ എന്നും അവർ തിന്മ ചെയ്തുകൊണ്ടിരുന്നു. ദെൻ സാമുവലിന്റെ സമയത്ത് അവർ രാജാവിനെ ആവശ്യപ്പെട്ടു. ദെൻ ശൗലിനെ കൊടുത്തു. ശൗല് കർത്താവിനെ അനുസരിച്ചില്ല. പിന്നെ ദാവീദ് വന്നു. ദാവീദ് വാസ് ദി ഗ്രേറ്റസ്റ്റ് സ്പിരിച്വൽ ലീഡർ ആയിരുന്നു. ദെൻ സോളമൻ വന്നപ്പോൾ സാമ്രാജ്യം ആകെ വിഗ്രഹാരാധനയിലായി. എന്നും ഇവർ തിന്മ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജീവിതം എടുക്കുമ്പോൾ നമ്മൾ ഈജിപ്തിൽ നിന്ന് വന്ന ദിവസം എന്ന് പറയുന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ട ദിവസം, കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ച ദിവസം. അന്ന് തുടങ്ങിയുള്ള നമ്മുടെ ഹിസ്റ്ററി എടുത്താൽ
ഇത് ഈജിപ്തിന്റെ ഹിസ്റ്ററി പോലെയാണോ അതെയോ ഒരു ഗോഡ്ലി അല്ലെങ്കിൽ ഈ എഴുതി കിട്ടിയേക്കുന്നതിൽ നിന്നെല്ലാം പാഠം പഠിച്ചിട്ട് നമ്മൾ അവർ ചെയ്ത പാപങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ആദ്യം നമ്മൾ കാണുന്ന പാപം ആഖാന്റെ പാപം. ആദ്യം ആക്രമിച്ച സിറ്റി എന്ന് പറയുന്നത് ജെറീക്കോയില് ആഖാൻ ചെയ്ത പാപം ബാബിലോണിൽ നിന്നുള്ള പുടവയും സ്വർണവും വെള്ളിയും കണ്ടപ്പോൾ മോഹിച്ചു. എങ്ങനെയാ നമ്മള് ഈജിപ്തിൽ നിന്ന് പോന്നവരാ. നമുക്ക് ഇന്നും ലോകത്തിലെ അട്രാക്ഷൻസ് നമ്മളെ അട്രാക്ട് ചെയ്യുന്നുവെങ്കിൽ ഈജിപ്തിന്റെ അതേ ഈജിപ്തിന്റെ ഇസ്രായേൽക്കാരുടെ അതേ ഫുഡ് സ്റ്റെപ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ലോകത്തിന്റെ അട്രാക്ഷൻ, അതായത് ലോകക്കാരെ എന്തൊക്കെ അട്രാക്ട് ചെയ്യുന്നുണ്ടോ അത് നമ്മളെ അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ കുറിച്ചും കർത്താവിന് ഇത് തന്നെ പറയാനുള്ളൂ. ഈജിപ്തിൽ നിന്ന് വന്ന ദിവസം തുടങ്ങി വി ആർ സപ്പോസ് ടു ലീവ് ഇൻ എ ഡിഫറെന്റ് വേ. ഈ പുറത്ത് വന്നപ്പോൾ തന്നെ പറയുന്നുണ്ട്, ലേവ്യ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ജാതികളുടെ പ്രാക്ടീസ് പിൻപറ്റരുത്. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ആലോചിച്ചു, നമ്മുടെ വേർപാടും നമ്മുടെ സെപ്പറേഷനും നമ്മുടെ ലോകത്തിലെ ഇച്ഛകളും നമ്മുടെ മൈൻഡ് വെദർ ഇറ്റ് ഇസ് സെറ്റ് ഓൺ ഹെവൻലി തിങ്സ് ആണോ അതേ ലോകത്തിലെ കാര്യങ്ങളാണോ ചിന്തിച്ച് നോക്കി, ഇൻട്രോസ്പെക്ട് ചെയ്ത് നോക്കി. ഇതിന് ആർക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിന്റെ ന്യായവിധിയെ ഫേസ് ചെയ്യാനുള്ളതിനെ കുറിച്ച് സെഫന്യായിൽ എഴുതിയേക്കുന്നത്. ഇങ്ങനെ ജീവിച്ച ഇസ്രായേൽക്കാരെ ദൈവം എന്ത് ചെയ്തെന്ന് എഴുതിയേക്കുന്നത്. നമ്മള് സ്വർണ്ണക്കട്ടി മീൻസ് ദി അട്രാക്ഷൻസ് ഓഫ് ദി വേൾഡ്, വെൽത്ത് ഓഫ് ദി വേൾഡ്, ദി വേൾഡ്ലി പൊസഷൻസ്. നോക്ക്, അബ്രാഹമാണ് വിശ്വാസികളുടെ പിതാവ്. അബ്രാഹത്തിന് ഇസാഖിനെ കൊടുത്തു ദൈവം. പക്ഷെ ഇസാഖിനെ കൊടുക്കുന്നതിന് മുമ്പ് ഹാഗാറിനെ കിട്ടി. ഇസാഖിനെ ദൈവം കൊടുത്തു, ഹാഗാറിനെ സാറ കൊടുത്താണ്. ഹാഗാറിനെ അവര് ഉണ്ടാക്കിയെടുത്തതാ. മീൻസ് നമ്മൾ വായിക്കുന്നു, ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നു, ജഡത്തിന്റെ പ്രൊഡക്റ്റ് ഹാഗാർ. നമ്മുടെ കയ്യില് ദൈവം തന്നതല്ലാതെ നമ്മുടെ ഐഡിയകളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എന്തൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ദൈവത്തോട് ആലോചന ചോദിക്കാതെ നമ്മുടെ ബുദ്ധിയിൽ നിന്ന് നമ്മൾ സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന വാട്ട് എവർ ഈസ് വിത്ത് അസ്, ഇറ്റ് ഈസ് ഇഷ്മായലിനെ ഹാഗാറിനെ അടിച്ചിറക്കാതെ ഐസക് ഉണ്ടാകില്ല. ഐസക്കിന് സ്വസ്ഥത ഉണ്ടാകത്തില്ല. അപ്പൊ നമ്മുടെ ഉള്ളില് അതായത് ജഡത്തിന്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനങ്ങളെ അടിച്ച് പുറത്താക്കാതെ ഇസഹാക്ക് ഐശ്വര്യമായിട്ട് വളരില്ല. നോ, നെവർ 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 നെവർ. ചിന്തിച്ചിട്ടേ കാര്യമില്ല. നമ്മൾ ചിന്തിച്ചാൽ മതി, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതം എങ്ങനെ നയിച്ചു, നമ്മൾ ഇഷ്മായിലാണോ നമ്മുടെ കയ്യിലിരിക്കുന്നത്. നമുക്കത് വായിക്കുമ്പോൾ ഇത്തിരി സ്ട്രേഞ്ച് ആയിട്ട് തോന്നും. ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, ഹാഗാറിനെ കുഞ്ഞിനോടൊപ്പം അടിച്ച് പുറത്താക്കുക. നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ചാൽ നമ്മുടെ കയ്യിൽ ഇഷ്മായിൽ ഇരിക്കുന്നിടത്തോളം കാലം സ്വസ്ഥത ഉണ്ടാവുമെന്ന് വിചാരിക്കണ്ട. അതുകൊണ്ടാണ് നമുക്കത് ക്രൂവലായിട്ട് തോന്നുമെങ്കിലും ദൈവം പറഞ്ഞു. ഇല്ലേ, അത് വായിക്കുമ്പോൾ നമുക്ക് ഈ സങ്കടം തോന്നും. കാരണം അബ്രാഹത്തിന്റെ കുഞ്ഞിനെ അടിച്ച് പുറത്താക്കാൻ പറഞ്ഞു. പക്ഷെ ഇവിടെയാണ് ദൈവത്തിന്റെ സ്ട്രിക്ട്നെസ്സും നമ്മുടെ സോഫ്റ്റ് കോർണർ അറിയേണ്ടത്. ദൈവത്തിന്റെ ക്യാരക്ടർ മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ കാരണം, അല്ലെങ്കിൽ നമ്മൾ ലോകപ്രകാരം ചിന്തിക്കും. ലോകത്തിന്റെ കമ്പാഷനും ലോകത്തിന്റെ അരിവും ലോകത്തിന്റെ ഇതൊന്നും അല്ല ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, ഹാഗാറിനെയും കുഞ്ഞിനെയും ഇറക്കി വിടും. മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിയുന്ന ഹാഗാറും കുഞ്ഞും നമ്മുടെ ജീവിതത്തില്. അപ്പൊ ഇത് രണ്ടും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നില്ല എങ്കിൽ എന്നും പെർമനന്റ് ടോർച്ചർ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഐശ്വര്യം, സ്പിരിച്വൽ ഐശ്വര്യം ഒരിക്കലും ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. അപ്പൊ അവിടുന്ന് മനേശയുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടു, മനേശ ചെയ്യാത്ത പാപങ്ങളൊന്നുമില്ല. അതിനുശേഷം മനേശയുടെ മോനായിരുന്നു ആമോന്റെ പുത്രനാണ് യോശിയ. അപ്പൊ യോശിയയുടെ കാലത്ത് ദെൻ സെക്കൻഡ് കിങ്സ്, നമ്മൾ മുഴുവൻ വായിക്കുന്നില്ല, സെക്കൻഡ് കിങ്സ് 23 എടുക്കുമ്പോൾ അതിലൊരു സെന്റൻസ് 23 വായിക്കുമ്പോൾ 24 തുടങ്ങി വായിക്കാം, 21 തുടങ്ങി വായിക്കാം. രാജാവ് സർവ്വജനങ്ങളോടും കൽപ്പിച്ചു, ഉടമ്പടി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന, അതായത് യോശിയയുടെ കാലത്ത് യോശിയ ദൈവത്തിലോട്ട് നേഷനെ തിരിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. അവിടെ ഒരു ദൈവവചനമൊക്കെ ടോട്ടലി നെഗ്ലക്റ്റഡാ. ഒരു ബൈബിള് കിട്ടി, അല്ലെങ്കിൽ ഒരു ഇസ്രായേൽക്കാരുടെ അന്ന് വരെയുള്ള പുസ്തകം, അതിനകത്ത് രാജാക്കന്മാരുടെ പുസ്തകം നാച്ചുറലി ഇല്ല. മോസ്റ്റ്ലി അത് മോശയുടെ പഞ്ചഗ്രന്ഥിയ. അവരുടെ പുസ്തകം കണ്ടു കിട്ടിയെന്ന് പറഞ്ഞാൽ അത് മോശയുടെ ബുക്കുകൾ, ആദ്യത്തെ 5 ബുക്കുകൾ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ ആൻഡ് ഡ്യൂട്രോണമി. ഇതാണ് അവരുടെ ബൈബിൾ എന്ന് പറയുന്നത്. ബേസിക്കലി ആ ഏർലി ഡേയ്സിലുള്ള ബുക്ക് എന്ന് പറയുന്നത് അത് കണ്ടു കിട്ടി കഴിഞ്ഞപ്പോൾ ഉടമ്പടി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നിങ്ങളുടെ ദൈവമായ കർത്താവിന് പെസഹ ആചരിക്കുക. കാരണം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയ ന്യായാധിപരുടെ കാലത്തിന് ശേഷം ഇസ്രായേലിലെയോ
യഹൂദായിലെ ഏതെങ്കിലും ഒരു രാജാവിന്റെ കാലത്ത് ഈ രീതിയിൽ പെസഹ ആചരിച്ചിട്ടില്ല. പക്ഷെ യോശിയ രാജാവിന്റെ വാഴ്ചയുടെ 18-ാം വത്സരം ജെറുസലേമിൽ കർത്താവിന് ഈ പെസഹ ആചരിച്ചു. കൂടാതെ ഹിൽക്കിയ പുരോഹിതന് കർത്താവിന്റെ ആലയത്തിൽ നിന്ന് കണ്ടുകിട്ടിയ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരുന്ന നിയമത്തിലെ വചനങ്ങൾ നടപ്പിലാക്കാൻ യോശിയ യഹൂദ ദേശത്തും ജെറുസലേമിലും കാണപ്പെട്ട വെളിച്ചപ്പാടുകളെയും മന്ത്രവാദികളെയും കുലപ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും എല്ലാത്തരം മ്ലേച്ഛതകളെയും നീക്കിക്കളഞ്ഞു. മോശയുടെ നിയമങ്ങളെല്ലാം അനുസരിച്ച് കർത്താവിന്റെ അടുക്കിലേക്ക് ഈ സെന്റൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മോശയുടെ നിയമങ്ങളെല്ലാം അനുസരിച്ച് കർത്താവിന്റെ അടുക്കിലേക്ക് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ തിരിഞ്ഞ മറ്റൊരു രാജാവ് യോശിയാവിന് മുമ്പുണ്ടായിട്ടില്ല, അയാൾക്ക് ശേഷവും അങ്ങനെ ഒരാൾ ഉണ്ടായിട്ടില്ല. അപ്പൊ ദാവീദും യഹോശാഫാത്തും എല്ലാവരും അതിനകത്ത് മാറിപ്പോയി, ഹിസ്കിയായും ഒക്കെ പോയി. ഇവരെക്കാളെല്ലാം ഗോഡ്ലി ആയിരുന്നു യോശിയ. അല്ലെങ്കിൽ അത്രയേറെ ഒരു മാനസാന്തരവും രാജ്യത്തെ ദൈവത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അതികഠിനമായിട്ട് പരിശ്രമിച്ച ആളാണ് യോശിയ. ബട്ട് 26-ാം സെന്റൻസ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, എന്നിട്ടും മനേശയുടെ പ്രവൃത്തികളാൽ പ്രകോപിതനായിരുന്ന കർത്താവ് യഹൂദായുടെ നേരെ കത്തിജ്വലിച്ചിരുന്ന തന്റെ ക്രോധാധിക്യത്തിൽ നിന്ന് പിൻവാങ്ങിയില്ല. ചിന്തിക്കാറില്ല, അതിനു മുമ്പ് ചിന്തിച്ചിട്ടുള്ളതാ. നോക്ക്, ഈ മനേശ ചെയ്ത ആ പാപത്തിന് പരിഹാരം ചെയ്യാൻ യോശിയയ്ക്ക് കഴിഞ്ഞില്ല. അല്ലെങ്കിൽ യോശിയ റിവൈവൽ കൊണ്ടുവന്നു. പക്ഷെ എഴുതിയേക്കുന്ന വാക്ക് ചിന്തിച്ചു നോക്ക്, മനേശയുടെ പ്രവൃത്തികളാൽ പ്രകോപിതനായിരുന്ന കർത്താവ് യഹൂദായുടെ നേരെ കത്തിജ്വലിച്ചിരുന്ന തന്റെ ക്രോധാധിക്യത്തിൽ നിന്ന് പിൻവാങ്ങിയില്ല. യോശിയ he tried his level best back to the Lord. എല്ലാം ട്രൈ ചെയ്തു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ബേസിക്കലി അറിയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് പാപം ചെയ്ത് മാനസാന്തരപ്പെട്ടു എന്ന്, അല്ലെങ്കിൽ പാപക്ഷമ കിട്ടി എന്നുള്ളത് കൊണ്ട് ആ പാപം ചെയ്യാത്തൊരു കണ്ടീഷനിൽ നമുക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റത്തില്ല. അത് നമ്മളെല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. പാപം ചെയ്തു, അതിനോട് കർത്താവിനോട് ക്ഷമ ചോദിച്ചു, കർത്താവ് ക്ഷമിച്ചു. ഒരാൾ പാപം ചെയ്തു, ക്ഷമ നേടി. ഒരാള് എന്ത് ചെയ്തില്ല, പാപം ചെയ്തില്ല. അപ്പൊ ഈ രണ്ടുപേരും ഒരിക്കലും ഒരുപോലെ ആയിത്തീരില്ല. പാപം ചെയ്ത ആള്, അതാ ഇവിടെ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട. മനേശയുടെ കാലത്ത് വലിയ പാപം, ഏറ്റവും വലിയ ഈവിളിൽ ജീവിച്ചു. അറ്റ് ദി സെയിം ടൈം അതിനുശേഷം യോശിയ ഗോഡ്ലിയായിട്ട് നേഷനെ കൊണ്ടുവരാൻ നോക്കിയിട്ടും ദൈവം ടോട്ടലി മനസ്സ് മാറ്റിയില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം, വി ആർ ടു ഹേറ്റ് സിൻ. പാപം ചെയ്തു, നമ്മൾ വിചാരിക്കുന്ന പാപം ചെയ്തു, മാനസാന്തരപ്പെട്ടു, ക്ഷമ ചോദിച്ചു, പ്രശ്നം തീർന്നു. വീണ്ടും പാപം ചെയ്തു, മാനസാന്തരപ്പെട്ടു, ക്ഷമ ചോദിച്ചു, പ്രശ്നം തീർന്നു. അതുകൊണ്ട് കർത്താവിനെ കുറിച്ച് എഴുതിയേക്കുന്നത്, he hated the sin and loved the righteousness. പാപത്തെ വെറുത്തു, നീതിയെ സ്നേഹിച്ചു. നമ്മുടെ ജീവിതത്തില് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് തെറ്റ് ചെയ്തു, കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്തം എല്ലാ പാപങ്ങളും നീക്കി ശുദ്ധീകരിക്കുന്നു, വീണ്ടും ശുദ്ധീകരിച്ചു, വീണ്ടും പാപം ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങളാണ്. നമ്മളൊരു തെറ്റ് ചെയ്താല് അതിന്റെ ഇമ്പാക്റ്റിനെ മാറ്റാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. അതുകൊണ്ടാണ് അപ്പസ്തലന്മാരെല്ലാം പഠിപ്പിച്ചു, കുഞ്ഞു മക്കളെ നിങ്ങൾ പാപം ചെയ്യരുത്. അപ്പൊ പാപം ചെയ്താൽ പാപക്ഷമ കിട്ടില്ലെന്നല്ല, പാപം ചെയ്യരുത്. പാപം ചെയ്താൽ ദൈവസന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, പാപക്ഷമ കിട്ടും. അറ്റ് ദി സെയിം ടൈം അല്ല, ശിക്ഷ എന്നുള്ളതല്ല, ശിക്ഷയല്ല, അതിന്റെ ഇമ്പാക്റ്റ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. അപ്പൊ ഇവിടെ മനേശയുടെ ജീവിതത്തിലൂടെ വന്ന ആ ഇത്ര വലിയ ക്രോധാഗ്നി ജ്വലിച്ച് നിൽക്കുന്ന ആ സിറ്റുവേഷനിലെ പ്രൊഫറ്റാണ് സെഫന്യ. അല്ലെങ്കിൽ ദെൻ യോശിയ ചെയ്ത ഒരു നല്ല കാര്യം കൂടെ നമ്മൾ അറിയണ്ട. നമ്മുടെ ജീവിതത്തില് 22-ല് 2 Kings 22-ല് അതിന്റെ 8 തുടങ്ങി വായിക്കുമ്പോൾ, മഹാപുരോഹിതനായ ഹിൽക്കിയ കാര്യദർശിയായ ശാഫാനോട് പറഞ്ഞു, കർത്താവിന്റെ ആലയത്തിൽ നിയമപുസ്തകം ഞാൻ കണ്ടെത്തി. ഹിൽക്കിയ ആ പുസ്തകം ശാഫാനെ ഏൽപ്പിച്ചു. അയാൾ അത് വായിച്ചു. കാര്യദർശിയായ ശാഫാൻ രാജാവിന്റെ അടുക്കൽ ചെന്ന് വിവരങ്ങൾ അറിയിച്ചു. അങ്ങയുടെ ദാസർ ആലയത്തിൽ കണ്ട പണം എടുത്ത് കർത്താവിന്റെ ആലയത്തിലെ മേൽനോട്ടക്കാരായ ജോലിക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഹിൽക്കിയ പുരോഹിതൻ ഒരു പുസ്തകം എന്നെ ഏൽപ്പിച്ചു എന്നും കാര്യദർശിയായ ശാഫാൻ രാജാവിനോട് പറഞ്ഞു. ശാഫാൻ ആ പുസ്തകം രാജാവിന്റെ മുമ്പിൽ വെച്ച് വായിച്ചു. നിയമപുസ്തകത്തിലെ വചനങ്ങൾ കേട്ടപ്പോൾ രാജാവ് തന്റെ വസ്ത്രങ്ങൾ കീറി പുരോഹിതനായ ഹിൽക്കിയായ്ക്കും ശാഫാന്റെ പുത്രനായ അഹീക്കാമിനും മീക്കായുടെ പുത്രനായ അക്ബോറിനും കാര്യദർശിയായ ശാഫാനും രാജദാസനായ ആസായ്ക്കും രാജാവ് കൽപ്പന നൽകി, നിങ്ങൾ ചെന്ന്
കണ്ടുകിട്ടിയ ഈ പുസ്തകത്തിലെ വചനങ്ങളെക്കുറിച്ച് എനിക്ക് വേണ്ടിയും സർവ്വജനങ്ങൾക്ക് വേണ്ടിയും യഹൂദ മുഴുവന് വേണ്ടിയും കർത്താവിന്റെ തിരുഹിതം അറിയുക. ഈ പുസ്തകത്തിലെ വചനങ്ങൾ നമ്മെ സംബന്ധിച്ച് ഇതിൽ എഴുതിയിട്ടുള്ള സർവ്വകാര്യങ്ങളും നമ്മുടെ പിതാക്കന്മാർ അനുസരിക്കായാൽ കർത്താവിന്റെ ഉഗ്ര കോപം നമുക്കെതിരെ ജ്വലിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ച കാര്യങ്ങളായി അടുത്ത ദിവസങ്ങളിൽ. അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ദി ഒബീഡിയൻസ് ടു ദി വേർഡ് ഓഫ് ദി ലോർഡ് അല്ലേ, ചിന്തിച്ചതാ. 1 കൊരിന്ത്യർ 7 വായിക്കുന്നുണ്ട്. പരിച്ഛേദനമോ പരിച്ഛേദന രാഹിത്യമൊന്നും അല്ല, ദൈവകൽപ്പനകളുടെ അനുസരണമാണ് പ്രധാനം. അപ്പൊ ഇവിടെ രാജാവിന് ഒരു കാര്യം മനസ്സിലായി. കാരണം നിയമത്തിൽ എഴുതിയിട്ടുണ്ട് കർത്താവിനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ രാജ്യം എങ്ങനെയാകും, രാജ്യത്തിന്റെ അവസ്ഥ എങ്ങനെയാകും. ആ അവസ്ഥയിലായേക്കുന്നതുകൊണ്ട് രാജാവ് മനസ്സിലാക്കി ഇത് ഈ നിയമപുസ്തകത്തിലെ വചനങ്ങൾ നമ്മെ സംബന്ധിച്ച് ഇതിൽ എഴുതിയിട്ടുള്ള സർവ്വകാര്യങ്ങളും നമ്മുടെ പിതാക്കന്മാർ അനുസരിക്കായാൽ കർത്താവിന്റെ ഉഗ്രകോപം നമുക്കെതിരെ ജ്വലിച്ചിരിക്കുന്നു. നമ്മൾ ചിന്തിച്ചതാ ജെറമിയ ചാപ്റ്റർ 7 ദൈവം ഡിമാൻഡ് ചെയ്യുന്ന കാര്യം, നമ്മളിന്ന് ഡിമാൻഡ് ചെയ്യുന്ന കാര്യം ഇതാ. ജെറമിയ ചാപ്റ്റർ 7 21 തുടങ്ങി വായിക്കുമ്പോ വായിക്കാം. ജെറമിയ 7:21 ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളുടെ യാഗങ്ങളുടെ കൂടെ നിങ്ങളുടെ ഹോമബലികളും ചേർത്ത് ആ മാംസം തിന്നോളൂ. കാരണം ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്ത് ദേശത്തു നിന്ന് ആനയിച്ച നാളിൽ അവരോട് ഹോമബലികളെ കുറിച്ചും യാഗങ്ങളെ കുറിച്ചും സംസാരിക്കുകയോ കൽപ്പന നൽകുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ഞാൻ അവർക്ക് ഈ കൽപ്പന നൽകി, എന്റെ സ്വരം കേട്ട് അനുസരിക്കൂ, അപ്പോൾ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എന്റെ ജനവുമായിരിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴികളിലെല്ലാം വ്യാപരിക്കൂ, അപ്പോൾ നിങ്ങൾക്ക് നന്മ ഭവിക്കും. എന്നാൽ അവർ അനുസരിക്കുകയോ. ദൈവം ഡിമാൻഡ് ചെയ്ത കാര്യമാണ് ചിന്തിക്കുന്നത്. അപ്പോ ബലികളും യാഗങ്ങളും ഒന്നും ദൈവം ഡിമാൻഡ് ചെയ്തില്ല. ആവശ്യപ്പെട്ട എന്താ? എന്റെ വചനം കേട്ട് അനുസരിക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മുടെ തീരുമാനം നമ്മളൊന്നും അറിയേണ്ട ഒരു കാര്യം, വചനം എന്നനുസരിക്കാതിരുന്നിട്ടുണ്ടോ അതെല്ലാം ഇസ്രായേലിന് നാശമായി, വ്യക്തികൾക്ക് നാശമായി. മനേശയുടെ കാര്യം നമ്മൾ ചിന്തിക്കുന്നുണ്ട്. മനേശ ഇങ്ങനെ എല്ലാം സ്മാർട്ടായിട്ട് ജീവിച്ചു. അവസാനം എന്ത് ചെയ്തു? ബാബിലോണിൽ നിന്ന് അവരൊന്ന് പിടിച്ചോണ്ട് പോയി കൊളുത്തിട്ട് ഞങ്ങളിട്ട് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ മനേശ എന്ത് ചെയ്തു? മാനസാന്തരപ്പെട്ട് രക്ഷപ്പെട്ടു. അപ്പൊ ഇതില് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ എവിടെയെല്ലാം ഡിസൊബീഡിയൻസ് വരുന്നു. അതുകൊണ്ടാണ് ആ മനുഷ്യൻ എത്രയോ ഭാഗ്യവാൻ. അവൻ രാപകൽ ധ്യാനിക്കുന്നത് യഹോവയുടെ നിയമമാണ്. എന്തിനു വേണ്ടി ധ്യാനിക്കുന്നത്? ഇനി എന്തെങ്കിലും അനുസരണക്കേട് എൻ്റെ ജീവിതത്തിലുണ്ടോ, ഏതെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യം കറക്റ്റ് ചെയ്ത് എനിക്ക് എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കാനുണ്ടോ എന്ന്. ഇതാ മുന്നമേ അവിടുത്തെ രാജ്യം അവിടുത്തെ നീതി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ മുന്നമേ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയെ അന്വേഷിക്കുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഹി ഈസ് ദി മോസ്റ്റ് പവർഫുൾ മാൻ ഇൻ ദി വേൾഡ്. കാരണം അവൻ ദൈവത്താൽ സംരക്ഷിക്കപ്പെടുന്നവന്, ദൈവത്തിന്റെ സംരക്ഷണ വലയം ചുറ്റുമുള്ള ഒരു മനുഷ്യൻ. അങ്ങനെ ഇപ്പം അതുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കുന്ന എന്തിനു വേണ്ടിയാ? എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് കറക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ച് മുമ്പോട്ട് പോയാൽ വി ആർ ടോട്ടലി പ്രൊട്ടക്റ്റഡ് ഫ്രം ഓൾ ദി ഡിഫറെന്റ് സൈഡ്സ്. ഇസ്രായേൽക്കാര് വീണ്ടും ബാബിലോണിലോട്ട് എക്സൈൽ ആകുന്നതിനെ കുറിച്ചുള്ള പ്രവചനത്തില് ഈ ജെറമിയ തന്നെ 19:14 തുടങ്ങി വായിക്കുമ്പോൾ 19:14 തുടങ്ങി വായിക്കുമ്പോൾ ബഹുന്ന് വായിക്കും. പ്രവചിക്കാൻ തന്നെ കർത്താവ് അയച്ച മോവേദിൽ നിന്ന് മടങ്ങി വന്നു. യിരെമ്യാ കർത്താവിന്റെ ആലയത്തിലെ തിരുമുറ്റത്തിൽ നിന്ന് സർവ്വജനത്തോടും പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, ഇതാ ഈ നഗരത്തിനെതിരെ ഞാൻ വിധിച്ചിരുന്ന സർവ്വ അനർത്ഥങ്ങളും ഇതിന്റെ മേലും ഇതിന്റെ അടുത്തുള്ള എല്ലാ പട്ടണങ്ങളുടെ മേലും ഞാൻ വരുത്തുന്നു. കാരണം അവർ എന്റെ വചനം കേൾക്കാതെ ദുശാഠ്യം കാട്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തില് അവർക്ക് നാശം വരാൻ കാരണം ബേസിക്കലി ഒന്നുള്ളൂ, അവര് കർത്താവിന്റെ വചനം അനുസരിക്കാതെ ദുശാഠ്യം കാട്ടി. അപ്പൊ ആ കോണ്ടെക്സ്റ്റില് അപ്പൊ യോശിയ ഈ നിയമപുസ്തകം കണ്ടു കിട്ടിക്കഴിഞ്ഞപ്പോ അവർ മാനസാന്തരപ്പെട്ടു, വലിയ മാനസാന്തരം ഉണ്ടായി. അറ്റ് ദി സെയിം ടൈം മനേശയിലൂടെ ഉണ്ടായ കോപത്തെ കെടുത്താൻ യോശിയക്ക് കഴിഞ്ഞില്ല. നമ്മൾ കാണുന്നത് പിന്നീട് യോശിയ ഈജിപ്ഷ്യൻ രാജാവിനെ അറ്റാക്ക് ചെയ്യാൻ പോയി. അതോടെ നമുക്ക് നല്ലതാ 2 Chronicles 33
ഇങ്ങനെയെല്ലാം ഗോഡ്ലിയായിട്ട് ജീവിച്ചു. 2 Chronicles 33 ഇവിടെ വായിക്കണ്ട, അതിൻ്റെ 35-ാമത്തെ അധ്യായം എടുക്കുമ്പോൾ അതിന് 35-ന്റെ 20 തുടങ്ങി വായിക്കുമ്പോൾ 2 Chronicles 35:20 വേഴ്സ് 20 തുടങ്ങി വായിക്കുമ്പോൾ ഇവയെല്ലാം കഴിഞ്ഞപ്പോൾ, അതായത് യോശിയ എന്തൊക്കെ ചെയ്തു? വലിയ യുണീക്കായിട്ടുള്ള പെസഹ ആചരിച്ചു, ദൈവത്തിലേക്ക് മാനസാന്തരപ്പെട്ടു. ദെൻ ഇത് ഒരു യുണീക്കായിട്ടുള്ളൊരു കാര്യം യോശിയ ചെയ്ത് നമ്മളെല്ലാം അറിയേണ്ട കാര്യമാണ്. അതായത് യെറോബയാം സ്ഥാപിച്ച 2 ഐഡലാട്രി സെന്റേഴ്സ്, ബഥേലും ദാനിലും ബഥേലും 2 കാളക്കുട്ടികളെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് യെറോബയാം വെച്ച് അതിനുശേഷം അനേക ഗോഡ്ലി കിങ്സ് ജീവിച്ചിട്ടുണ്ട്. യഹോശാഫാത്ത് ജീവിച്ചിട്ടുണ്ട്, ഹിസ്കിയ ജീവിച്ചിട്ടുണ്ട്, ആസ ജീവിച്ചിട്ടുണ്ട്. ഇവരൊക്കെ അത് കണ്ടിന്യൂ ചെയ്തു. അറ്റ് ദി സെയിം ടൈം യോശിയ 2 ബലിപീഠങ്ങൾ തകർത്തു കളഞ്ഞു. അപ്പൊ അതാണ് എഴുതിയേക്കുന്ന 20-ാം സെന്റൻസ്. ഇവയെല്ലാം കഴിഞ്ഞപ്പോൾ, വലിയ പെസഹ ആചരിച്ചു, അതെല്ലാം ചെയ്തു. ഇവയെല്ലാം കഴിഞ്ഞപ്പോൾ യോശിയ ദേവാലയം ഒരുക്കിയതിന് ശേഷം ഈജിപ്തിലെ നെക്കോ രാജാവ് യൂഫ്രട്ടീസിലെ കർമേശിലേക്ക് യുദ്ധത്തിന് വന്നു. യോശിയ അയാളുടെ നേരെ പുറപ്പെട്ടു. പക്ഷേ അയാൾ ദൂതരെ അയച്ചു പറഞ്ഞു, യഹൂദ രാജാവെ, നാം തമ്മിൽ എന്ത്? ഇന്ന് ഞാൻ താങ്കളുടെ നേർക്കല്ല വരുന്നത്, യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ഭവനത്തിന്റെ നേർക്കാണ് ഞാൻ വരുന്നത്. വേഗമാകട്ടെ എന്ന് ദൈവം എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ദൈവനിഷേധം നിർത്തൂ, അവൻ എൻ്റെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ അവൻ താങ്കളെ നശിപ്പിക്കും. എങ്കിലും യോശിയ പിന്തിരിഞ്ഞില്ല. യുദ്ധം ചെയ്യാൻ അയാൾ വേഷം മാറി. നെക്കോയുടെ വചനങ്ങളിലൂടെയുള്ള ദൈവത്തിന്റെ തിരുമൊഴി അയാൾ ചെവിക്കൊണ്ടില്ല. അയാൾ മെഗീദോ താഴ്വരയിൽ വെച്ച് യുദ്ധത്തിൽ ചേർന്നു. വില്ലാളികൾ യോശിയ രാജാവിനെ എയ്തു. രാജാവ് ദാസരോട് പറഞ്ഞു, എന്നെ കൊണ്ടുപോകൂ, എനിക്ക് വല്ലാതെ മുറിവേറ്റിരിക്കുന്നു. ദാസർ അയാളെ രഥത്തിൽ നിറക്കി അയാളെ 2-ാം രഥത്തിൽ ജെറുസലേമിലേക്ക് കൊണ്ടുവന്നു. അയാൾ മരിച്ചു. ഇത് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു വേദഭാഗം. കാരണം നെക്കോ ഫറോ എന്ന് പറയുന്നത് ഒരു ജാതീയനാണ്, ഈജിപ്ഷ്യൻ രാജാവാണ്. അപ്പൊ ഇവിടെ എഴുതിയേക്കുന്നത് ഈ നെക്കോ ഇദ്ദേഹത്തോട് പറയുവാണ്, ഇന്ന് ഞാൻ താങ്കളുടെ നേർക്കല്ല വരുന്നത്, യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ഭവനത്തിന്റെ നേർക്കാണ് ഞാൻ വരുന്നത്. വേഗമാകട്ടെ എന്ന് ദൈവം എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ദൈവനിഷേധം നിർത്തൂ, അവൻ എൻ്റെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ അവൻ താങ്കളെ നശിപ്പിക്കും. എങ്കിലും യോശിയ പിന്തിരിഞ്ഞില്ല. യുദ്ധം ചെയ്യാൻ അയാൾ വേഷം മാറി. അടുത്ത സെന്റൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം, നെക്കോയുടെ വചനങ്ങളിലൂടെയുള്ള ദൈവത്തിന്റെ തിരുമൊഴി അയാൾ ചെവിക്കൊണ്ടില്ല. നമ്മൾ വായിക്കുന്നത് ഇവിടെയാണ് ഈ സ്പിരിച്വൽ ഡിസേൺമെന്റും ദൈവത്തിന് വേണ്ടി ട്യൂൺ ചെയ്ത ഒരു ഹൃദയവും ഇല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന നാശങ്ങൾ. കാരണം നമ്മൾ വിചാരിക്കും ബലിയാം ഒരു അൺഗോഡ്ലി മനുഷ്യനാണ്. ബലിയാമിലൂടെ ദൈവത്തിന്റെ വചനം വന്നു. ദെൻ ശൗലിലൂടെ ശൗൽ പ്രവചിച്ചിട്ടുണ്ട്. ദെൻ കയ്യഫാസ് പ്രവചിച്ചിട്ടുണ്ട്. കയ്യഫാസ് ഹീസ് പ്ലാനിങ് ടു കിൽ ജീസസ്. യേശു കർത്താവിനെ കൊല്ലാനായിട്ട് എല്ലാ പദ്ധതി ഇട്ടുകൊണ്ട് നടക്കുന്ന കയ്യഫാസ്. പക്ഷെ ദൈവത്തിന്റെ വചനം കയ്യഫാസിലൂടെ വന്നു. അതായത് ജനത്തിനു വേണ്ടി ഒരാൾ മരിക്കുന്നത് ഉചിതമാണെന്ന് ആ വർഷത്തെ പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ പ്രവചിക്കാനായിട്ട് ദൈവം ഉപയോഗിച്ചത് ഒരു ടോട്ടലി അൺഗോഡ്ലി മനുഷ്യനെയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ടത് ദൈവത്തിന്റെ വചനം ഒരാളിൽ നിന്ന് വന്നു എന്നുള്ളത് ആ വ്യക്തിയുടെ ഒരു ക്വാളിറ്റിയേ അല്ല. ദൈവം ആരെ വേണേലും കഴുതി എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവം കഴുതി ഉപയോഗിച്ച് ബലിയാമിന്റെ അത്യാഗ്രഹത്തിന് അറുതി വരുത്താൻ വേണ്ടി കഴുതി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവത്തിന്റെ വചനം പറയാനോ ഏതെങ്കിലും കാര്യത്തിന് ദൈവം ഉപയോഗിച്ചാല് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇറ്റ് ഈസ് നൺ ഓഫ് അവർ മെറിറ്റ്. നമ്മുടെ ഒരു യോഗ്യതയും ഇല്ലെങ്കിലും, നമ്മൾ ടോട്ടലി അൺഗോഡ്ലി ആണെങ്കിലും, പിശാചിന്റെ സന്തതിയാണെങ്കിലും, ദൈവം ഒരുപക്ഷെ ദൈവത്തിന്റെ പർപ്പസ് മീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച് നിൽക്കും. നമ്മൾ കാണുന്നുണ്ട്, ഇസ്രായേൽക്കാർ പാപം ചെയ്തപ്പോ നമ്മൾ വായിക്കുന്നത്, എന്റെ ദാസനായ നെബൂഖദ്നേസറിനെ കൊണ്ടുവരുമെന്ന് എഴുതിയിരുന്നു ഇസ്രായേൽക്കാരെ ശിക്ഷിക്കാനായിട്ട്. അപ്പൊ ഇവിടെ ദെൻ ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എടുത്താൽ നമുക്കറിയാം, ബാബിലോണിന് മുമ്പ് ഉണ്ടായിരുന്ന സാമ്രാജ്യം, ബാബിലോണിന് മുമ്പോ അസീറിയ ആയിരുന്നു. അപ്പൊ അസീറിയ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. നിനവേ അതിന്റെ ക്യാപിറ്റൽ ആയിരുന്നു. നമ്മൾ പഠിക്കുന്ന കുറച്ച് ഹിസ്റ്റോറിക് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അറിഞ്ഞേ പറ്റൂ. നിനവേ ഇങ്ങനെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. അവരുടെ പ്രതാപം എല്ലാം പോയത് നമ്മൾ വായിക്കുന്നുണ്ട്. അതിനു മുമ്പുള്ള
ജോന പ്രവചിച്ചപ്പോൾ മാനസാന്തരപ്പെട്ടു. അതിനുശേഷം നമ്മൾ വായിക്കുന്നുണ്ട് നഹൂമിന്റെ സമയമായപ്പോൾ അവർ നശിപ്പിക്കുന്ന പ്രൊഫസിയാണ് നമുക്ക് കിട്ടിയത്. അതിനുശേഷം പിന്നീട് നിനവെ ഡൗൺ ആയി, അസീറിയ ഡൗൺ ആയിക്കൊണ്ടിരിക്കുക, കെട്ടുപോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ബാബിലോൺ ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു. ഇതൊക്കെ ദൈവം ഹിസ്റ്ററി ചെയ്യുന്നതിന് റിവേഴ്സ് ചെയ്യാനോ മാറ്റാനോ മറിക്കാനോ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഇപ്പൊ ഐസിസ് വന്നു, ഐസിസിനെ കർത്താവ് ഐസിസിനെ ഇല്ലാതാക്കണേന്ന് നമ്മൾ പ്രാർത്ഥിച്ച മീനിങ്ലെസ് ആയിട്ടുള്ള പ്രാർത്ഥന എന്നുള്ളൂ. അല്ലെങ്കിൽ അന്തിക്രിസ്തു വരാതിരിക്കാൻ സഹായിക്കണേന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് ദൈവത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നതിൻ്റെ അർത്ഥം. ഇതൊക്കെ വരും. നമുക്ക് ഇൻഡിവിജ്വൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനും നമുക്ക് രക്ഷപ്പെടാനുമുള്ള കാര്യങ്ങൾ നോക്കാമെന്നല്ലാതെ ദൈവത്തിന്റെ പദ്ധതികളെ സ്റ്റോപ്പ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നോ. അപ്പൊ ഇവിടെ അസീറിയ ഡൗൺ ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ നെബൂഖദ്നേസറിനെ ദൈവം ഉയർത്തിക്കൊണ്ടിരിക്കുക. ഇസ്രായേലിനെ ശിക്ഷിച്ചത് നെബൂഖദ്നേസർ വഴിയാണ്. അപ്പൊ ഈ അസീറിയെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഈജിപ്തിലെ രാജാവിനെ ഡെപ്യൂട്ടി ചെയ്തേക്കുന്ന ആരാ? ദൈവം. കാരണം അസീറിയെ കെട്ടുപോയേ പറ്റൂ. കാരണം അവർ പാപത്തിൽ ജീവിച്ചു, അവർ മാനസാന്തരപ്പെട്ടു. മാനസാന്തരത്തിൽ തുടർന്നില്ല. അത് നമ്മൾ നഹൂമി പഠിച്ചതാ. മാനസാന്തരത്തിൽ തുടരാത്തത് കൊണ്ട് ദൈവം ഡിസൈഡ് ചെയ്തേക്കുന്നത് നിനവെ അല്ലെങ്കിൽ അസീറിയെ ഇല്ലാതാക്കാൻ വേണ്ടി ദൈവം ആരെ ആ സമയത്ത് ഉപയോഗിക്കുന്നത്? ഈജിപ്തിനെയാണ്. അപ്പൊ ഈജിപ്തിനെ ദൈവം ഡെപ്യൂട്ടി ചെയ്തേക്കുന്ന അസീറിയനെ ഇല്ലാതാക്കാൻ വേണ്ടി. യോശിയാക്ക് കാര്യം ആഗ്രഹമുണ്ട്. കാരണം ഈ നിനവെ ഡൗൺ ആയപ്പോ, അസീറിയ ഡൗൺ ആയപ്പോ, അതിന്റെ ഹിസ്റ്ററി ഇങ്ങനെയാ. അസീറിയ ഡൗൺ ആയപ്പോ ഇസ്രായേലിന് ഇത്തിരി സ്വാതന്ത്ര്യം ഉണ്ടായി. കാരണം അസീറിയൻ മേധാവിത്വത്തിലായിരുന്നു. അപ്പൊ അസീറിയ വീക്ക് ആയപ്പോ എൻജോയ് ചെയ്ത സ്വാതന്ത്ര്യം അസീറിയ വീക്കാണ്. അപ്പൊ അസീറിയ നിലനിൽക്കേണ്ടത് ആർക്കാവശ്യമാണ്? ഇസ്രായേലിന് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈജിപ്ത് രാജാവിനെതിരെ യോശിയ പുറപ്പെടാൻ കാരണം. ഇവിടെയാണ് നമ്മൾ ദൈവഹിതം മനസ്സിലാക്കുന്നതിലുള്ള പരാജയം. കാരണം അസീറിയനെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചാൽ യോശിയാക്ക് അസീറിയെ നിലനിർത്താൻ പറ്റത്തില്ല. അവിടെ ദൈവമാണ് നെക്കോ ഫറോയെ ഡെപ്യൂട്ടി ചെയ്തേക്കുന്ന അസീറിയെ നശിപ്പിക്കാനായിട്ട്. ആ പോകുന്ന വഴിക്ക് യോശിയ അസീറിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് മൂവ് ചെയ്തു. അസീറിയയുടെ ഒപ്പം നിന്ന് നെക്കോ ഫറോനെ അറ്റാക്ക് ചെയ്യാൻ പോയി. അവിടെ വെച്ച് ദൈവം ഇമ്മീഡിയറ്റ്ലി എക്സിക്യൂട്ട് ചെയ്ത് കളഞ്ഞു. കാരണം അതാ നമ്മൾ അറിയേണ്ട ഒരു കാര്യം. ദൈവത്തിന്റെ പദ്ധതികൾക്കെതിരായിട്ട് നമ്മൾ നിന്നാല് വി ആർ നോബഡി. നമുക്കൊന്നുമില്ല, നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിൽ നിന്ന് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ പദ്ധതികളും ദൈവത്തിന്റെ പ്ലാനുകളും ഒക്കെ നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ വേണ്ടാത്തടത്ത് ചെന്ന് വേണ്ടാത്ത പ്രശ്നങ്ങളിൽ ചെന്ന് ചാടും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ദൈവത്തിന്റെ വചനം പഠിച്ച് പ്രൊഫറ്റിക് ആയിട്ടുള്ള സ്റ്റഡികൾ. ഇപ്പൊ നോക്കുക, ഇന്നത്തെ ഈ ലോകത്തിന്റെ അവസ്ഥയിൽ ഇനി ഇറിവേഴ്സിബിളാ. ഇനി ഈ ലോകം ഒന്നും മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് വരില്ല. ഇത് അവസാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എന്താ ഉള്ളത്? നമ്മളെ തന്നെ രക്ഷിക്കാനേ പറ്റൂ, നമ്മളെ കാത്തു സൂക്ഷിക്കാനേ പറ്റൂ. നമ്മളെ ഒരു റെമനന്റ് ആയിട്ട് നമ്മളെ കാത്തു സൂക്ഷിക്കാനേ പറ്റൂ. ഇനി ഈ നശിച്ചു പോയിരിക്കുന്ന സുവിശേഷ ഫീൽഡ് മാനസാന്തരപ്പെട്ട് തിരികെ വരില്ല. ആൾക്കാർ പറയും അന്ത്യകാലത്ത് ആത്മാവിന്റെ ഒരു ഔട്ട് പോറിംഗ് ഉണ്ടെന്നൊക്കെ പറയും. ആ ഔട്ട് പോറിംഗ് ഒക്കെ ഡേ ഓഫ് പെന്തിക്കോസ്റ്റിനെ കുറിച്ചാണ് പത്രോസ് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇവിടെ ഈ നെക്കോ ഫറോയിലൂടെയുള്ള ദൈവത്തിന്റെ വചനം യോശിയ മനസ്സിലാക്കിയില്ല എന്നുള്ളത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിന്റെ വചനം അത് ദൈവത്തിന്റെ വചനമാണോ അല്ലയോ എന്ന് ഡിസേൺ ചെയ്യാനുള്ള അത് ദൈവത്തിന്റെ കൃപയാലേ പറ്റൂ. കാരണം വൺ ഓഫ് ദി ഗിഫ്റ്റ്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് ഗിഫ്റ്റ് ഓഫ് ഡിസേൺമെന്റാ. ഇന്ന് ഈ കാണുന്ന സുവിശേഷ പ്രവർത്തനങ്ങളെ, സുവിശേഷ പദ്ധതികളെ, സുവിശേഷീകരണത്തെ ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതാണെന്ന് നമ്മൾ വിചാരിക്കുന്നുവെങ്കിൽ നമുക്ക് ഒരു ഡിസേൺമെന്റും ഇല്ല എന്ന് അതിന്റെ അർത്ഥം. ഇന്ന് ഈ കാണുന്ന കൗണ്ടർ ഫിറ്റ് മിറക്കിൾസ്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചതാ തലയിൽ കൈവച്ച് മറിച്ച് അടിക്കുന്ന പരിപാടികൾ, ഇങ്ങനെയുള്ള പരിപാടികൾ നോക്കിപ്പോ അത് നിർത്തിക്കളഞ്ഞു. പല ആൾക്കാരും നിർത്തിക്കളഞ്ഞു. കാരണം അതിന് ദൈവത്തിന്റെ വചനം അറിയാവുന്ന ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ തലവലിച്ചു. അപ്പൊ ഇതൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റാതെ പോയാല് ഈ യോശിയായ്ക്ക് പറ്റിയ, കാരണം യോശിയ ദൈവികനെ മരിച്ച് സ്വർഗത്തിൽ പോയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി യോശിയ ദൈവത്തിന്റെ അടുത്ത് പോയിട്ടുണ്ട്. പക്ഷേ അൺടൈംലി ഡെത്ത്. ഇത്ര ദൈവികനായിട്ടുള്ള ഒരു മനുഷ്യന് 39 വർഷത്തെ ആയുസ് കിട്ടിയുള്ളൂ. 39 years. 39ാമത്തെ വർഷം യോശിയ കൊല്ലപ്പെടുക ചെയ്ത്. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഏത് പുസ്തകം? നൗ വിൽ കം ബാക്ക് ടു സെഫാനിയ. അപ്പൊ ഇത്ര അൺഗോഡ്ലി ആയിട്ട് മനേശയാണ് മെയിൻ ആയിട്ട് അതിന്റെ ആള്. ഇനി നമ്മൾ സെഫാനിയ വായിക്കുമ്പോൾ ഇതിനകത്ത് എല്ലാ മൈനർ പ്രൊഫറ്റ്സിലും നമ്മൾ ചിന്തിച്ചതാ, ഒരു ദൈവം ആ ടൈംലി ഒരു പണിഷ്മെന്റ് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അറ്റ് ദി സെയിം ടൈം അതിനൊരു ഡുവൽ ഫുൾഫിൽമെന്റ് ഉണ്ട്. ഡേ ഓഫ് ദി ലോർഡ് അവിടെ പ്രസന്റ് സിറ്റുവേഷനെ ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ദി ഫ്യൂച്ചർ ഡേ ഓഫ് ദി ലോർഡും ഉണ്ട്, കർത്താവിന്റെ സെക്കൻഡ് കമ്മിങ്. അപ്പൊ രണ്ടും ഇതിനകത്ത് ഇന്റർമിറ്റന്റ്ലി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ സെഫനിയ
1 വേഴ്സ് 1 നമ്മൾ ചിന്തിച്ചത്. ഇതായിരുന്നു അതിന്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഈ റോയൽ ലൈനിലുള്ള only one പ്രൊഫറ്റ് ആണ് സെഫന്യ, ഇങ്ങനെയുള്ള മൈനർ പ്രൊഫറ്റ്സിൽ. രണ്ടാം സെന്റൻസിൽ ഭൂമുഖത്ത് നിന്ന് ഞാൻ സമസ്തവും തുടച്ചു നീക്കും. കർത്താവാണ് ഇത് അരുൾ ചെയ്യുന്നത്. ഞാൻ മനുഷ്യനെയും മൃഗത്തെയും തുടച്ചു നീക്കും. ആകാശപ്പറവകളെയും സമുദ്ര മത്സ്യങ്ങളെയും ഞാൻ തുടച്ചു നീക്കും. ദുഷ്ടനെ ഞാൻ തകിടം മറിക്കും. മനുഷ്യരാശിയെ ഭൂമുഖത്ത് നിന്ന് വിച്ഛേദിച്ചു കളയും. കർത്താവാണ് ഇത് അരുൾ ചെയ്യുന്നത്. ഈ പർട്ടിക്കുലർ സെന്റൻസ് അത് ആ സമയത്തോടെ ഫുൾഫിൽമെന്റ് അല്ല, ഏറ്റവും ഫുൾഫില്ല, വരാനിരിക്കുന്ന ഫുൾഫിൽമെന്റ്. കാരണം അവിടെ ഞാൻ മനുഷ്യനെയും മൃഗത്തെയും തുടച്ചു നീക്കും. ആകാശപ്പറവകളെയും സമുദ്ര മത്സ്യങ്ങളെയും ഞാൻ, ഇത് നെബൂഖദ്നേസറിന്റെ സമയത്ത് സംഭവിച്ചില്ല. ഇത് അല്ലെ, കടലിലെ മത്സ്യങ്ങൾക്കൊന്നും ഒരു പണിഷ്മെന്റ് വന്നില്ല, മൃഗങ്ങൾക്ക് വന്നില്ല. ഞാൻ തുടച്ചു നീക്കും. ദുഷ്ടനെ ഞാൻ തകിടം മറിക്കും. മനുഷ്യരാശിയെ ഭൂമുഖത്ത് നിന്ന് വിച്ഛേദിച്ചു കളയും. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇത് വരാനിരിക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ ദൈവത്തെക്കുറിച്ച്, ദൈവത്തിന്റെ സ്നേഹം മാത്രം പ്രസംഗിച്ച്, ദൈവത്തിന്റെ സ്നേഹം മാത്രം കേട്ട് മനുഷ്യനെ വഞ്ചിക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഡേ ഓഫ് ദി ലോർഡ് നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ, ദൈവത്തിന്റെ റാത്ത്. അതുകൊണ്ട് അപ്പസ്തലന്മാരൊക്കെ പഠിപ്പിച്ചത്, നമുക്ക് ജസ്റ്റ് ഈ സ്ഥലം മാറ്റില്ല, ന്യൂ ടെസ്റ്റാമെന്റിൽ നിന്ന് 1 തെസ്സലോണിയൻസ് എടുക്കുമ്പോൾ ചിന്തിക്കാറില്ല, പക്ഷെ നമ്മളത് ഓർത്തിരിക്കണം. കാരണം ദൈവത്തിന്റെ ഒരു റാത്ത് ലോകത്തിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ഉഗ്ര കോപം ലോകത്തിലേക്ക് വരാനിരിക്കുന്നുണ്ട്. 1 തെസ്സലോണിയൻസ് 1 വേഴ്സ് 10 വായിക്കുമ്പോൾ, ജീവനുള്ള ദൈവത്തെ സേവിക്കാനും അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച സ്വർഗത്തിൽ നിന്നുള്ള തന്റെ പുത്രനെ വരാനിരിക്കുന്ന ക്രോധത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന യേശുവിനെ കാത്തിരിക്കാനുമായി നിങ്ങൾ എങ്ങനെ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞു എന്ന് അവർ വിവരിക്കുന്നു. ഈ എഴുതിയിരിക്കുന്ന പോലെ നമ്മൾ ജീവിച്ചേ പറ്റൂ. അവിടെ നമ്മൾ കാണാൻ പോകുന്നത് സെഫന്യായുടെ സമയത്ത്, അത് കഴിഞ്ഞിട്ട് ദൈവം ഇസ്രായേലിനോട് ചെയ്ത കാര്യം നമ്മളവിടെ വായിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് ഫ്യൂച്ചറാ. ഈ 1 വേഴ്സ് 2, അതായത് ഭൂമുഖത്ത് നിന്ന് ദുഷ്ടനെ ഞാൻ തകിടം മറിക്കും. മനുഷ്യരാശിയെ ഭൂമുഖത്ത് നിന്ന് വിച്ഛേദിച്ചു കളയും. ഇതാണ് ദി റാത്ത് ടു കം. നമ്മൾ വായിക്കുന്ന ന്യൂ ടെസ്റ്റമെന്റിൽ വായിക്കുന്നത് വരാനിരിക്കുന്ന കോപം ഇതാ. ഇത് വരിക തന്നെ ചെയ്യും. നമ്മളെ സംബന്ധിച്ച് പ്രിപ്പയർഡ് ആണോ എന്ന് ചിന്തിക്കേണ്ടത്. നമ്മളല്ലേ ഇങ്ങനെ ഒരു കർത്താവിന്റെ ഒരു ദിവസം വരുന്നുണ്ട്. അത് പല ഇൻസിഡന്റിലും അനുഭവങ്ങളിലും ദൈവം ലോകത്തിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ വായിക്കുന്ന ദാനിയേലിന്റെ ദി 70th വീക്ക്, 70ാം ആഴ്ച, അതാണ് അന്തിക്രിസ്തുവിന്റെ ഭരണം. അന്ന് ഈ ലോകം കണ്ടിട്ടില്ലാത്ത കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. ഇറ്റ്സ് ഗോയിങ് ടു കം. തെസ്സലോനിക്ക ലേഖനം തന്നെ 5ാം അധ്യായം എടുക്കുമ്പോൾ, 1ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, 5ാം അധ്യായത്തില് 5ന്റെ അതിന്റെ 8ാം സെന്റൻസില്, പകലിനുള്ളവരാകിയാൽ നമുക്ക് സുബോധത്തോടെ വർത്തിക്കാം, വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും മാർക്കറ്റ് ധരിക്കാം, രക്ഷയെ പറ്റിയുള്ള പ്രത്യാശയാകുന്ന ശിരസ്ത്രാണം ധരിക്കാം. 9ാം സെന്റൻസ്, ദൈവ കോപത്തിന് പാത്രമായി തീരാനല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി രക്ഷ പ്രാപിക്കാനാണ് ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഈ കർത്താവായ യേശുക്രിസ്തു വഴിയുള്ള രക്ഷയിൽ നമ്മൾ രക്ഷപ്പെടാത്ത എല്ലാ മനുഷ്യനും വരാനിരിക്കുന്ന എന്താ? The wrath of the God, the wrath to come. ദൈവത്തിന്റെ വലിയ കോപം വന്നുപെടാനുള്ളത്. അപ്പൊ ഇവിടെ 1 വേഴ്സ് 2 ഇവിടെ നമുക്ക് മൃഗത്തെയും തുടച്ചു നീക്കുന്ന. അപ്പൊ നമ്മള് ജോന പ്രസംഗിക്കുമ്പോൾ ജോനായുടെ ഇതിൽ ദൈവം പറയുന്നുണ്ട് ഇല്ലേ, അവിടെ 1,20,000 ഇടതുകയും വലങ്കയും അറിയാത്ത മനുഷ്യരും മൃഗങ്ങളും ഉണ്ട്. അപ്പൊ മൃഗങ്ങളോട് കരുണയുള്ള ഒരു ദൈവമാണ്. നമ്മൾ വായിക്കുന്ന സുഭാഷിതങ്ങള് പ്രോവേർബ്സ് 12:10 വായിക്കും. മൃഗത്തിന്റെ ജീവൻ നിലകൊള്ളിക്കുന്നു, ദുഷ്ടന്റെ കരുണയോ ക്രൂരമാണ്. അദ്ദേഹം കണ്ടപ്പോ ഒരു ധർമ്മിഷ്ഠൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവം പ്രാപിക്കുന്ന ഒരു മനുഷ്യനാണ്. ധർമ്മിഷ്ഠൻ തന്റെ മൃഗത്തിന്റെ വില മതിക്കുന്നു. ദെൻ സങ്കീർത്തനം 36:6 വായിക്കുമ്പോ അതോടെ വായിക്കും. സങ്കീർത്തനം 36:6 നിന്റെ ധർമ്മിഷ്ഠത ഉന്നത പർവ്വതനില പോലെ, നിന്റെ ന്യായവിധികൾ അത്യഗാധത പോലെ. കർത്താവേ, നീ മനുഷ്യനെയും മൃഗത്തെയും രക്ഷിക്കുന്നു. അതെ, മൃഗത്തിന്റെ രക്ഷിതാവ് ദൈവം. നീ മനുഷ്യനെയും മൃഗത്തെയും രക്ഷിക്കുന്നു. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്ന പാപം പെരുകി കഴിഞ്ഞപ്പോൾ നമുക്കറിയാം മനുഷ്യനെ
ദൈവം ഫെഡറൽ ഹെഡായിട്ട് സൃഷ്ടിച്ചേക്കുന്നതുകൊണ്ട് മനുഷ്യന്റെ എല്ലാ പാപത്തിന്റെ ഇമ്പാക്റ്റും മൃഗം സഫർ ചെയ്യേണ്ടി വരും. നിനവേക്കാര് മാനസാന്തരപ്പെട്ടപ്പോൾ മൃഗത്തെ രക്ഷിച്ചു. എന്നാൽ മനുഷ്യൻ മാനസാന്തരപ്പെട്ടപ്പോൾ ജെറീക്കോ നശിപ്പിക്കുന്ന സമയത്ത് മൃഗത്തെ രക്ഷിച്ചോ? മൃഗത്തെ കൊന്നെടുക്കാൻ അദ്ദേഹം പറഞ്ഞു. കാരണം മനുഷ്യന്റെ ഫെഡറൽ ഹെഡ് നേച്ചറിന്റെ അണ്ടറിലാണ് നമുക്ക്. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഐ വിൽ ഗ്രേറ്റ്ലി മൾട്ടിപ്ലൈ ദൈ സോറോസ് ഇൻ ചൈൽഡ് ബെയറിംഗ് എന്ന് പറഞ്ഞു. മൃഗത്തിനും പ്രസവവേദനയില്ലേ? മൃഗം എന്തെങ്കിലും പാപം ചെയ്തോ? ഇല്ല. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അപ്പൊ അറ്റ് ദി സെയിം ടൈം അപ്പൊ ദൈവം മൃഗത്തെയും സംരക്ഷിക്കുന്ന ദൈവമായിട്ട് പോലും നമ്മൾ കാണുന്ന വരാനിരിക്കുന്ന വേൾഡില്, കാരണം മനുഷ്യന്റെ പാപം പെരുകി കഴിയുമ്പോൾ മൃഗത്തോട് പോലും ദൈവം കരുണ കാണിക്കാത്ത ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അറ്റ് ദി സെയിം ടൈം അഗെയിൻ ഈ മൃഗവും മനുഷ്യനെ പാപത്തിലേക്ക് നയിച്ചതായിട്ട് നമ്മൾ കാനാനിലെ പാപങ്ങളെ കുറിച്ച് വായിക്കുമ്പോൾ ലെവിറ്റിക്കസ് 20 എടുക്കുമ്പോൾ, അതായത് മനുഷ്യൻ പാപത്തില് എന്താ പറയുക, ദൈവഭയമില്ലാതെ ജീവിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ ക്രോധം വരുന്നതിനെ മുഴുവൻ വായിക്കണ്ട. ലെവിറ്റിക്കസ് 20 അതിന്റെ 15 തുടങ്ങി വായിക്കുമ്പോൾ, മൃഗവുമായി വേഴ്ചയിൽ ഏർപ്പെടുന്നവൻ വധിക്കപ്പെടണം, മൃഗത്തെ കൊന്നുകളയുകയും വേണം. മൃഗവുമായി വേഴ്ചയിൽ ഏർപ്പെടുന്ന സ്ത്രീയെയും ആ മൃഗത്തെയും കൊന്നുകളയണം, അവർ കൊല്ലപ്പെടണം. അപ്പൊ ഇതില് കാനാനിലെ പാപങ്ങളുടെ ലിസ്റ്റ് പറയുന്നിടത്ത് മൃഗങ്ങളുമായിട്ട് പാപം, എല്ലാ പാപവും അവിടെ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. ഇവരിങ്ങനെയെല്ലാം ചെയ്തതുകൊണ്ടാണ് അവര് ദൈവം നശിപ്പിച്ചു കളഞ്ഞത്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നിടത്ത് ഇനി വരാനിരിക്കുന്ന ലോകത്തിന്റെ ആ പാപത്തിന്റെ നേച്ചർ ഫുൾഫിൽമെന്റ് കാണുന്ന കാനാനിലെ പാപത്തെക്കാൾ അതിക്രമിക്കുന്ന പാപത്തിലാണ് ഇന്ന് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ റാത്ത് ഓഫ് ദി ഗോഡില് മൃഗങ്ങൾ കൂടി ഇൻവോൾവ്, അല്ലെങ്കിൽ മൃഗത്തെ കൂടി നശിപ്പിക്കുന്ന നമ്മൾ അവിടെ കാണുന്നത്. അപ്പൊ സെഫനിയ 1:2 ഭൂമുഖത്ത് നിന്ന് മനുഷ്യനെ ഉന്മൂലനാശം ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നു. നമ്മൾ വായിക്കുന്നുണ്ട്, റെവലേഷനിലൊക്കെ വായിക്കുന്നുണ്ട്, ലോകത്തിലെ ജനസംഖ്യയിൽ 2/3 വധിക്കപ്പെടും കർത്താവിന്റെ ആർമഗഡൻ യുദ്ധത്തില്. ദെൻ സക്കറിയ 14 അധ്യായത്തില് നമ്മൾ അറിയേണ്ട വരാൻ പോകുന്ന ഈ കാര്യങ്ങളെ കുറിച്ച് വായിക്കുമ്പോൾ നമ്മിലൊക്കെ നമുക്കെല്ലാം ദൈവഭയം ഉണ്ടാകേണ്ടതാണ്. കാരണം ദൈവത്തിന്റെ കാരുണ്യം മനസ്സിലാക്കുന്നതോടൊപ്പം ദൈവത്തിന്റെ കാർക്കശ്യവും നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ഇതില് 12 സക്കറിയ 14:12 തുടങ്ങി വായിക്കുമ്പോൾ, ജെറുസലേമിനെതിരെ യുദ്ധം ചെയ്യുന്ന സർവ്വ ജനപദങ്ങളെയും കർത്താവ് പ്രഹരിക്കും. ആ ബാധ ഇതായിരിക്കും: അവർ സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴിയും, അവരുടെ കണ്ണുകൾ അവരുടെ കൺതടങ്ങളിൽ ഇരുന്ന് ചീയും, അവരുടെ നാവുകൾ അവരുടെ വായ്ക്കുള്ളിൽ വച്ച് തന്നെ ചീയും. അന്ന് കർത്താവിൽ നിന്ന് ഒരു കൊടിയ വിഭ്രാന്തി അവരുടെ മേൽ നിപതിക്കും. തന്മൂലം അവർ അന്യോന്യം കയറി പിടിക്കും, അവർ അന്യോന്യം കൈ ഉയർത്തും. യഹൂദ പോലും ജെറുസലേമിനെതിരെ യുദ്ധം ചെയ്യും. ചുറ്റുപാടുമുള്ള സർവ്വ ജനതകളുടെയും സമ്പത്ത്, സ്വർണവും വെള്ളിയും വസ്ത്രങ്ങളും ധാരാളമായി ഒരുമിച്ച് കൂട്ടും. അപ്പൊ ഇവിടെ എഴുതിയേക്കും നമ്മൾ അറിയേണ്ട ഒരു കാര്യം, വരാനിരിക്കുന്ന ബാറ്റിൽ ഓഫ് ആർമഗഡോണിലൊക്കെ വരുന്ന, ഇതുവരെ അങ്ങനെ ഒരു യുദ്ധത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ട് പോലുമില്ല. കെമിക്കൽ വാർഫെയറിൽ അങ്ങനെ സംഭവിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. കണ്ണൊക്കെ ഇരിക്കുന്നിടത്ത് കണ്ണ് ചീഞ്ഞു പോകും, വായിൽ നാവ് അഴുകി പോകും. നമ്മൾ അറിയുന്നത് റാത്ത് ഓഫ് ദി ഗോഡ് ഈസ് ഗോയിങ് ടു കം. അപ്പൊ ഇതില് നമ്മളെ സംബന്ധിച്ച് നമുക്കുള്ള ഏക പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു. കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനത്തെ പ്രമാണിച്ച് ജീവിക്കുന്നവര്, അവര് മാത്രമേ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൂ ലോകത്തിൽ. അല്ലാതെ ഒരു മനുഷ്യൻ പ്രൊട്ടക്ഷൻ ഇല്ല. നമ്മൾ വിചാരിക്കുന്ന ഈ പ്രൊട്ടക്ഷൻ മനേശ എത്ര വർഷം ജീവിച്ചു? 55 വർഷം ജീവിച്ചു. യോശിയ 39 വർഷം ജീവിച്ചുള്ളൂ. നമുക്ക് മനേശയ്ക്ക് കിട്ടിയേക്കുന്ന ആയുസാണോ നമുക്ക് കിട്ടിയേക്കുന്നത്? അതെയോ യോശിയായിട്ട് ഡീൽ ചെയ്ത പോലെയാണോ ദൈവം ഡീൽ ചെയ്യുന്നത്? നോക്കുന്നത്. അപ്പൊ നമുക്ക് കുഴപ്പമില്ലാതെ കുറെ കാലം ജീവിച്ചു എന്നുള്ളത് ഒരിക്കലും ദൈവത്തിന്റെ അപ്രൂവലിന്റെ സൈൻ ആയിരിക്കില്ല. നമ്മുടെ ഏക ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നുള്ളോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. മനേശയ്ക്ക് 55 വർഷത്തെ ആയുസ് കൊടുത്തു. കാരണം എന്തിനു വേണ്ടി? ദൈവം അല്ല, 55 വർഷത്തെ ഭരണം. 55 വർഷത്തെ ഭരണം അത്രയും കാലം ഭരിക്കാൻ ദൈവം അനുവദിച്ചു. 55 വർഷം ഈ ഭരിക്കാൻ അനുവദിച്ചത് ദൈവം അങ്ങനെയല്ലേ? നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുക. ഈ ലോകത്തിലെ ആൾക്കാരെ വിട്, നമ്മൾ കർത്താവിനെ അറിഞ്ഞ നമ്മുടെ ജീവിതത്തില് നമ്മൾ എങ്ങനെയാ? ഹിസ്കിയ പറഞ്ഞ പോലെ കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ്. ചിന്തിച്ച് നോക്കുക. അല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല ദൈവത്തിൽ നിന്ന്. അല്ലാതെ നമ്മുടെ ഒരു എഗെയിൻ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ 2000 years കടന്നു പോകുന്നു. 2000 years കടന്നു പോകുന്നു ക്രിസ്ത്യാനിറ്റിയുടെ ബിഗിനിങ്. അന്നത്തെ ക്രിസ്ത്യാനിറ്റി ഇന്നത്തെ ക്രിസ്ത്യാനിറ്റി ആയിട്ട്
യാതൊരു ബന്ധവും ഇല്ല. തിരുവഴുത്തുകളിൽ നിന്ന് നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമ്മൾ വെറും നമ്മുടെ ആയുസ് നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്നു. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിന് ഒരു മാറ്റവും ഇല്ല. നോക്ക്, സിദക്കിയ ബാബിലോണിലോട്ട് നാട് കടത്തപ്പെടുന്ന സമയത്ത് അവിടെ എന്തൊക്കെയുണ്ട്? നമ്മൾ എന്ത് ചിന്തിക്കുന്ന? ഉപവാസ പ്രാർത്ഥനയുണ്ട്, ബൈബിൾ സ്റ്റഡി ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോ അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു ബ്രേക്ക് ഇടാനാ 3 ദിവസത്തെ ഉപവാസം ഒറ്റ ദിവസം ആക്കിയത്. കാരണം ഈ ഉപവാസ പ്രാർത്ഥനയൊക്കെ 3 ദിവസമൊക്കെ ഉപവസിച്ച് കഴിയുമ്പോൾ ജഡത്തിൽ നിന്ന് ഒരു സ്പിരിച്വൽ ഫീലിംഗ് ഉണ്ടാവും. ഞാൻ 3 ദിവസം ഉപവസിച്ചു, അതുകൊണ്ട് ഇനി ഉപവസിക്കുന്നവരോ ഉപവസിക്കാത്തവരെന്നുള്ള, അതുകൊണ്ട് നമ്മൾ പെർമനന്റ് ആയിട്ട് നിർത്തിയേക്കുന്നതല്ല. കാരണം എല്ലാത്തിൽ നിന്നും ഈവിൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് പിശാചിന്റെ ഒരു പരിപാടിയാണ്. അതുകൊണ്ട് 3 ദിവസം ഉപവസിച്ചിട്ടും ഒരു കാര്യമില്ല, ഒന്നുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണവും ദൈവത്തെ സ്നേഹിക്കുന്നതും ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നതും ഈ ലോകത്തിലെ സ്വപ്നങ്ങളോട് മരിച്ച്, ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ശത്രുതയാണ്. അതുകൊണ്ട് ലോകത്തെ സ്നേഹിക്കാതെ കർത്താവിനെ സ്നേഹിക്കുന്നതൊക്കെ ഇതിനകത്തുള്ള കാര്യം. നമ്മൾ ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒക്കെ തന്നെ ഈ ഗോളിന് വേണ്ടിയാണ്. അല്ലാതെ അതിൽ നിന്നുണ്ടാകുന്ന ഒരു ജഡിക സംതൃപ്തിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഇവിടെ രണ്ടാം സെന്റൻസിൽ അത് വരാനിരിക്കുന്ന ഒരു ഇതിനെക്കുറിച്ചാണ്. അറ്റ് ദി സെയിം ടൈം അത് പ്രസന്റ് ടെൻസിലും അത് കറക്റ്റാ. 4-ാം സെന്റൻസ് തുടങ്ങി വായിക്കും, അല്ല 4-ാം സെന്റൻസിൽ ഇവിടെ ആയപ്പോ യഹൂദാക്കാണ് മെസ്സേജ് സെഫന്യായി. ഇവിടെ എഴുതിയേക്കുന്നു, യഹൂദാക്കും സർവ്വ ജെറുസലേം നിവാസികൾക്കും എതിരെ ഞാൻ കൈ നീട്ടും. അപ്പോൾ ഈ കൈ നീട്ടാനുള്ള കോണ്ടെക്സ്റ്റാണ് നമ്മൾ ചിന്തിച്ചത്. മനേശയുടെ ഭരണത്തിലൂടെയും അതിനു മുമ്പുണ്ടായിരുന്ന ആമോന്റെ ഭരണത്തിലൂടെയൊക്കെ അവര് വിഗ്രഹാരാധന നടത്തി, മക്കളെ ബലി കഴിപ്പിച്ചു, ശകുനം നോക്കിച്ചു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ ബൈബിളിൽ ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസ് നമ്മുടെ കയ്യിലുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്തെങ്കിലും അൺഗോഡ്ലി പ്രാക്ടീസ്, വചനത്തിന് നിരക്കാത്ത എന്തെങ്കിലും പ്രാക്ടീസ് എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവം സന്ദർശിക്കും, അതിനൊരു സംശയമില്ല. അപ്പൊ ഇവിടെ 4-ാം സെന്റൻസ് തുടങ്ങി, യഹൂദാക്കും സർവ്വ ജെറുസലേം നിവാസികൾക്കും എതിരെ ഞാൻ കൈ നീട്ടും. ഇവിടെ നിന്ന് ബാലിന്റെ അവശിഷ്ട ഭാഗവും വിഗ്രഹാരാധകരായ പുരോഹിതരുടെ നാമവും ഞാൻ വിച്ഛേദിച്ചു കളയും. നമുക്ക് അന്ന്, കാരണം ഈ രാജാവ് ഈവിളായി കഴിയുമ്പോൾ ഈ പണത്തിന് വേണ്ടി ദൈവവേല ചെയ്യുന്നവരെല്ലാം എന്ത് ചെയ്യും? രാജാവിനെ പ്രസാദിപ്പിക്കാനുള്ള കാര്യം ചെയ്യും. അപ്പൊ പുരോഹിതരെല്ലാം എങ്ങനെയായി തീർന്നു? അവര് വിഗ്രഹാരാധകരായി. കാരണം മനേശ ദേവാലയത്തിൽ ഇപ്പൊ ആരെ പ്രതിഷ്ഠിച്ച് വെച്ചേക്കുന്നത്? അശേറ പ്രതിഷ്ഠയും എല്ലാ പ്രതിഷ്ഠകളെയും ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചേക്കുന്നുണ്ട്. പുരോഹിതരും ഈ അശേറയ്ക്കും ഇവർക്കെല്ലാം ബലി അർപ്പിക്കും. അതുകൊണ്ട് ഇവിടെ പറഞ്ഞേക്കുന്നത്, വിഗ്രഹാരാധകരായ പുരോഹിതരുടെ നാമവും ഞാൻ വിച്ഛേദിച്ചു കളയും. മട്ടുപ്പാവുകളിൽ ആകാശജാലത്തിന്റെ നേരെ കുമ്പിടുന്നവരാണ് അവർ. ഇത് യഹൂദരെ കുറിച്ച് എഴുതിയേക്കുന്നതല്ല. നമ്മൾ വിചാരിക്കരുത് ഇത് ജാതികൾക്കുള്ള ലെറ്റർ ആണെന്നോ. ഈ യഹൂദർ ചെയ്യുന്ന കാര്യങ്ങൾ എഴുതിയേക്കുന്നത്. കാരണം ആകാശജാലത്തിന്റെ നേരെ കുമ്പിടുന്നവരാണ് അവർ കർത്താവിന്റെ നേരെ കുമ്പിട്ട് അവന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നെങ്കിലും മിൽക്കോമിന്റെ നാമത്തിലും സത്യം ചെയ്യുന്നു. കർത്താവിനെ അനുസരിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞവരാണ് അവർ കർത്താവിനെ അന്വേഷിക്കുകയോ അവന്റെ തിരുഹിതം ആരായുകയോ ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ നമ്മൾ ഇതൊക്കെ എടുത്ത് കത്തോലിക്കൽ ചെയ്യുന്ന കാര്യം, യാക്കോബുകാർ ചെയ്യുന്ന കാര്യമൊക്കെ ആയിട്ട് നമുക്ക് ഇത് ഇസ്രായേലിനുള്ള ലെറ്ററാണ്. ഇത് യഹൂദർക്കുള്ള ലെറ്ററാണ്. അവിടെ അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, മട്ടുപ്പാവുകളിൽ ആകാശജാലത്തിന്റെ നേരെ കുമ്പിടുന്നവരാണ് അവർ കർത്താവിന്റെ നേരെ കുമ്പിട്ട് അവന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നെങ്കിലും മിൽക്കോമിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കർത്താവിനെ അറിഞ്ഞോലെ, നമ്മൾ കത്തോലിക്കരുടെ പ്രാക്ടീസോ യാക്കോബുകാരുടെ പ്രാക്ടീസോ ഒന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ കർത്താവിന്റെ നാമത്തിൽ കർത്താവിനെ സേവിക്കുന്നവരാ നമ്മൾ. കർത്താവിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളാരാ? മാമോന, സമ്പത്ത്. അപ്പൊ നമ്മൾ സമ്പത്തിനെ സ്നേഹിക്കുന്നു, കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ ഈ ഇസ്രായേൽക്കാരുടെ അതേ കണ്ടീഷനിലാണ് നമ്മൾ. അതേ കണ്ടീഷനിൽ, അബ്സല്യൂട്ട്ലി നോ ഡിഫറൻസ്. ഇത് ഗീവർസ് പുണ്യാളുടെ കാര്യമല്ല എഴുതിയേക്കുന്നത്, ഇത് ആകാശരാജ്ഞിയുടെ കാര്യമല്ല, ഇത് കൊച്ചുദേശ പുണ്യാളത്തിയുടെ കാര്യമൊന്നുമല്ല. ഇവിടെ പവർഫുൾ ആയിട്ടുള്ള ആർക്ക് എനിമി ഓഫ് ഗോഡ് എന്ന് പറയുന്നത് സമ്പത്താണ്. ലോകം സമ്പത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഡോളർ. സമ്പത്തിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ലോകത്തെ സ്നേഹിക്കാന്ന്. കാരണം അല്ല, ആരും ഈ കറൻസിനെ ആരും സ്നേഹിക്കില്ല, കോയിനെ ആരും സ്നേഹിക്കത്തില്ല. ഇത് കൊണ്ടുവരുന്ന ഇതിന്റെ പിന്നിലുള്ള ആ പ്ലഷേഴ്സ് അല്ലെങ്കിൽ അട്രാക്ഷൻസ് ഓഫ് ദി വേൾഡ്, അല്ലെങ്കിൽ ഇത് കൊണ്ടുവരുന്ന നമ്മുടെ ഇത് സോഷ്യൽ സ്റ്റാറ്റസ് ഉയർത്തും. അപ്പോൾ നമ്മൾ ലോകത്തിലെ മനുഷ്യരുമായിട്ട് കമ്പയർ ചെയ്യുന്നവർക്ക് ഒരിക്കലും കർത്താവിനെ സേവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അപ്പസ്തലനായ പൗലോസ് നമുക്ക് നമ്മളിപ്പോൾ ഏത് കാര്യത്തിലാണെങ്കിലും നമ്മുടെ പിള്ളേരെ സ്കൂളിൽ വിടുമ്പോൾ അവരേറ്റവും കുറഞ്ഞ സ്കോറിങ് മേടിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആണോ? എല്ലാവരും ആഗ്രഹിക്കുന്നത് അവരേറ്റവും ടോപ്പ് സ്കോറേഴ്സ് ആയിരിക്കണം, ഏറ്റവും പഠിച്ച് മിടുക്കരാകണം.
അപ്പോൾ സ്പിരിച്വൽ ഫീൽഡിൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്താ? ടോപ്പ് സ്കോർ. അപ്പൊ ഇതിനകത്ത് ക്രിസ്ത്യാനിറ്റിയിൽ ഏറ്റവും ടോപ്പ് ആരായിരുന്നു? ക്രിസ്ത്യാനിറ്റിയിൽ ടോപ്പ് പൗലോസാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ക്രിസ്ത്യാനിറ്റിയില് നമുക്ക് 1 Corinthians 12 അധ്യായം എടുക്കുമ്പോൾ ഈ പലപ്പോഴും നമുക്ക് ബൈബിളിലെ കാര്യങ്ങൾ മനസ്സിലാകാത്തതിന്റെ ഒരു റീസൺ, നമ്മൾ പലപ്പോഴും ഈ ബേസിക് ക്വാളിഫിക്കേഷൻ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാകത്തില്ല. ബേസിക് ക്വാളിഫിക്കേഷൻ എന്താ? അല്ല, മീൻസ് നോക്ക്, കർത്താവ് പറഞ്ഞു നിങ്ങൾ ലോകം എങ്ങും പോയി. ഡിസൈപ്പിൾഷിപ്പിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താ? ലൂക്ക് 14 എല്ലാവരും എടുത്തൊന്ന് വായിച്ചാൽ മതി. നമ്മൾ അല്ല, ഇത് വായിച്ചിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടത് നമ്മളെ തന്നെ, വേറെ ആരും ജഡ്ജ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ എങ്ങനെയാ ഡിസൈപ്പിൾസ് ആണ്? നമ്മൾ ഡിസൈപ്പിൾ അല്ലെങ്കിൽ ഈ ബൈബിൾ ഒരു കാര്യവും മനസ്സിലാകത്തില്ല, വെറുതെ വായിക്കാന്നുള്ളൂ, ഒന്ന് കേട്ടാലും മനസ്സിലാകത്തില്ല ഇതിനെക്കുറിച്ച്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് പിന്നെ ഒന്ന് ചോദിച്ചു കഴിയുമ്പോൾ നമുക്കൊന്നും അറിയില്ലാത്തതിന്റെ ഒരു റീസൺ, നമ്മൾ ഡിസൈപ്പിൾഷിപ്പിൽ എത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. നമ്മൾ പ്രൈമറിലി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. കർത്താവിന്റെ ഡിസൈപ്പിൾ ആകുക എന്ന് പറയുന്നത് ഈസി അല്ല. കർത്താവ് പറഞ്ഞു നിങ്ങൾ ലോകം എങ്ങും പോയി കുറെ വിശ്വാസികളെ ഉണ്ടാക്കാനല്ല പറഞ്ഞത്, നിങ്ങൾ ഡിസൈപ്പിൾസിനെ ഉണ്ടാക്കുക. ഡിസൈപ്പിൾസ് നമുക്ക് ഒരു രക്തബന്ധം അതിനേക്കാൾ അടുത്തതായിട്ട് ഉണ്ടാകാൻ പാടില്ല. ലോകത്തിലെ ഒരു സാധനത്തോടും അതിൽ കൂടുതൽ സ്നേഹം ഉണ്ടാകാൻ പാടില്ല. ദെൻ ദി സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്നല്ല, തനിക്കുള്ളത് എല്ലാം ഉപേക്ഷിക്കാത്ത ആർക്കും കർത്താവിന്റെ ശിഷ്യനാകാൻ പറ്റത്തില്ല. നമുക്ക് ഈ ശിഷ്യത്വം സ്വീകരിക്കാത്ത ആർക്കും ഈ ബൈബിളിൽ ഒരു കാര്യം മനസ്സിലാകത്തില്ല, വെറുതെ വായിക്കും, വീണ്ടും വായിക്കും, തലയിലെ ബുദ്ധി വെച്ച് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് റിസൈറ്റ് ചെയ്യാനും നോളജൊക്കെ ഉണ്ടാകും. കാരണം ഇപ്പം നമുക്ക് ഈ IAS ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. IAS ഇപ്പൊ രാജസ്ഥാനിലുള്ള ആള് കേരളത്തിൽ വന്നാൽ 3 മാസത്തിനകം മലയാളം പഠിച്ചിരിക്കുന്നത് കമ്പൽസറിയാണ്. ഏത് സ്റ്റേറ്റിൽ പോകുന്നോ വിത്തിൻ 3 months. ഞാൻ ഇങ്ങനെയുള്ള ചില ആൾക്കാരെ മീറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. നമ്മൾ സംസാരിക്കുന്ന പോലെ മലയാളം സംസാരിക്കുക അവരുടെ ബുദ്ധിയും കഴിവും കൊണ്ടാണ്. സെയിം വേ ആ IAS കയ്യിലേക്ക് ഈ ബൈബിൾ കൊടുത്തിട്ട് ഒരു 2 വർഷം കഴിയുമ്പോൾ ഇത് ഫുള്ള് പഠിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരേക്കാൾ നോളജിലെത്തും IAS. ബട്ട് ദൈവമായിട്ടൊരു ബന്ധം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ ഡിസൈപ്പിൾഷിപ്പിൽ എത്താത്ത ആർക്കും ഇതിനകത്തുള്ള ഒരു സ്പിരിച്വൽ കാര്യം മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം ഇത് സ്പിരിച്വലി ഡിസൈനബിൾ ആണ്, അത് ഇമ്പോസിബിൾ എന്ന് എഴുതിയേക്കുന്നത്. അപ്പൊ 1 Corinthians 12 അധ്യായം എടുക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയേക്കുന്നത് 1 Corinthians chapter 12 ഇങ്ങനെ നമ്മൾ വായിക്കുന്നത് അല്ല, അതിന്റെ 28 തുടങ്ങി വായിക്കുമ്പോൾ ഓരോരുത്തരും സഭയിൽ ഒന്നാമത് അപ്പസ്തോലന്മാരെയും, രണ്ടാമത് പ്രവാചകരെയും, മൂന്നാമത് പ്രബോധകരെയും, പിന്നെ അത്ഭുത പ്രവർത്തകരെയും, പിന്നെ രോഗശാന്തി ശുശ്രൂഷകരെയും, സഹായികളെയും, മേൽവിചാരകരെയും, വിവിധ ഭാഷാപരമുള്ളവരെയും ദൈവം നിയമിച്ചു. അപ്പൊ സഭയിൽ ദൈവം ഒന്നാമത് ആരെ ആക്കിയേക്കുന്നത്? ദൈവം ആക്കിയേക്കുന്നതാണ്. നമുക്ക് ഇതിനകത്ത് മാറ്റാനും മറിക്കാനൊന്നും പറ്റത്തില്ല. ദൈവം ഒന്നാമത് അപ്പസ്തോലന്മാരെ ആക്കിയേക്കുന്നത്. അപ്പൊ നമ്മുടെ എല്ലാവരും ജീവിതത്തിന്റെ അംബീഷൻ എന്തായിരിക്കേണ്ടതാണ്? ആ അംബീഷൻ നമുക്കുണ്ടോ? അംബീഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് ഡിമാൻഡ്സ്. 1 Corinthians 4 അധ്യായം എടുക്കുമ്പോൾ ഈ സബദി പുത്രന്മാരുടെ അമ്മ 2 പിള്ളേരെയും കൊണ്ട് കർത്താവിന്റെ അടുത്ത് വന്നു, ഇല്ലേ? ഒരു മോനെ നിന്റെ രാജ്യത്തിൽ വലതുവശത്ത് ഇരിക്കണം, ഒരാളെ ഇടതുവശത്ത് ഇരിക്കണം. കർത്താവ് ചോദിച്ചു, ഓക്കെ, ഇറ്റ്സ് ഗുഡ്. അല്ല, ഇതൊക്കെ ഫുൾ എന്ന് പറഞ്ഞാൽ ആ അംബീഷനുള്ള ആള് ഇത് വായിച്ചിട്ട് യു ജഡ്ജ് യുവർ സെൽഫ്. 1 Corinthians 4 അപ്പസ്തോലന്റെ കാര്യം എഴുതിയിട്ടുണ്ട്. 4:9 തുടങ്ങി എഴുതുമ്പോൾ, എന്നാൽ അപ്പസ്തോലന്മാരായ ഞങ്ങളെ മരണത്തിന് വിധിക്കപ്പെട്ടവരെ പോലെ അവസാനത്തെ നിരയിലാണ് ദൈവം പ്രദർശിപ്പിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞങ്ങൾ ലോകത്തിന്, മാലാഖമാർക്കും മനുഷ്യർക്കും കാഴ്ചവസ്തുവായിരിക്കുന്നു. ക്രിസ്തു നിമിത്തം ഞങ്ങൾ ഭോഷരാണ്, നിങ്ങളോ ക്രിസ്തുവിൽ വിജ്ഞാനികൾ. ഞങ്ങൾ ദുർബലർ, നിങ്ങളോ ശക്തർ. നിങ്ങൾ മാനിതർ, ഞങ്ങൾ അപമാനിതർ. ഈ വിനാഴിക വരെ ഞങ്ങൾ തിന്നാനും കുടിക്കാനും ഉടുക്കാനും ഇല്ലാത്തവരാണ്, മർദ്ദിതരും പാർപ്പിടമില്ലാത്തവരുമാണ്. ഞങ്ങൾ വേല ചെയ്യുന്നു, ഞങ്ങളുടെ കൈകൊണ്ട് ഞങ്ങൾ വേല ചെയ്യുന്നു. നിന്ദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, പീഡിപ്പിക്കപ്പെടുമ്പോൾ ഞങ്ങൾ സഹിക്കുന്നു, അവഹേളിക്കപ്പെടുമ്പോൾ ഞങ്ങൾ നല്ല വാക്ക് പറയുന്നു, അപവദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ നല്ല വാക്ക് പറയുന്നു.
ഞങ്ങൾ ലോകത്തിന്റെ ചവറായും എല്ലാറ്റിൻ്റെയും അഴുക്കായി മാറിയിരിക്കുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. നിങ്ങളെ ലജ്ജിപ്പിക്കാനല്ല, എൻ്റെ പ്രിയപ്പെട്ട മക്കൾ എന്ന നിലയിൽ ശാസിക്കാനാണ് ഞാൻ ഇത് എഴുതുന്നത്. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 മാർഗദർശികൾ ഉണ്ടാകാം, എന്നാൽ പിതാക്കന്മാർ അനേകരില്ല. സുവിശേഷം വഴി ക്രിസ്തു യേശുവിൽ ഞാൻ നിങ്ങൾക്ക് പിതാവായി. അപ്പോൾ നിങ്ങൾ എന്നെ അനുകരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ആസ് എ ദി ബെസ്റ്റ് വെൽ വിഷർ ഓഫ് ദി കൊറിന്ത്യൻസ്, പൗലോസിന്റെ ആഗ്രഹം എന്താ? അവർ ഓരോരുത്തരും ആരായി തീരണമെന്നാണ്? അപ്പസ്റ്റോലിക് ക്വാളിറ്റിയിൽ എത്തണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഇതിൽ എഴുതിയേക്കുന്നു, നമ്മൾ ഈ ലോകത്തിന്റെ പിന്നാലെ ഈ എഴുതിയേക്കുന്ന ഈ വിനാഴിക വരെ ഞങ്ങൾ തിന്നാനും കുടിക്കാനും ഉടുക്കാനും ഇല്ലാത്തവരാണ്, മർദ്ദിതരും പാർപ്പിടം ഇല്ലാത്തവരുമാണ്. ഞങ്ങൾ വേല ചെയ്യുന്നു, ഞങ്ങളുടെ കൈകൾ കൊണ്ട് ഞങ്ങൾ വേല ചെയ്യുന്നു, നിന്ദിക്കപ്പെടും. അപ്പൊ ഇത് ഈ പറഞ്ഞേക്കുന്ന ഉടുക്കാനുള്ളതിന്റെ പുറകെ, പാർപ്പിടത്തിന്റെ പിന്നാലെ, ഇതിന്റെ എല്ലാം പിന്നാലെ റാറ്റ് റേസിൽ ഏർപ്പെട്ടിരിക്കുന്നവര് എനിക്ക് അപ്പസ്തോലനാകാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ പിശാച് ഇത് കണ്ട് ചിരിക്കും. ലോകത്തിന്റെ ചവറാകാൻ, ലോകത്തിൽ ഒന്നും വേണ്ടാന്നൊരു ഡിസിഷൻ എടുക്കാൻ തയ്യാറാകാത്തവർ മരിച്ചു സ്വർഗത്തിൽ പോകത്തില്ലെന്നല്ല. ഡോണ്ട് ഡിസയർ ദി ഹയസ്റ്റ്. അറിയേണ്ട ഒരു കാര്യം അല്ല. നമ്മൾ വെറുതെ ഇല്ലാത്ത കാര്യം ചിന്തിച്ചിട്ട് എന്താ കാര്യം? സബദി പുത്രന്മാരുടെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു? ഒരുതിനെ എടുത്തിരുന്നത് ഏറ്റവും നല്ല കാര്യം കർത്താവിന്റെ രാജ്യം വരുമ്പോൾ. കാരണം ലോകത്തെ ഭരിക്കാനുള്ള രാജ്യം അത് മില്ലേനിയൽ കിങ്ഡം അവർ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഈ ക്രൂസിഫിക്കേഷനുള്ള ഫസ്റ്റ് കമ്മിങ് അല്ല. അവര് ഇസ്രായേൽക്കാരെല്ലാം സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത് റോമ സാമ്രാജ്യത്തെ തകർത്ത് ലോകത്തിൽ ഇസ്രായേലിന്റെ ഭരണം കർത്താവ് യേശു ക്രിസ്തുവിന്റെ കിങ്ഡത്തില് യാക്കോബ് ഇടതുവശത്തും യോഹന്നാൻ വലതുവശത്തും ഇരിക്കുന്ന അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു. ഇറ്റ് ഇസ് ഗുഡ്. സെയിം വേ വി ഓൾ ഡിസയർ ടു ബിക്കം അപ്പസ്റ്റോൾസ്. ഇറ്റ്സ് ഗുഡ്. ആർ യു റെഡി ടു ഡൈ? അതേ കാണുന്ന എല്ലാത്തിൻ്റെ പുറകെ ഓടി നടന്നിട്ട് എനിക്ക് അപ്പസ്തോലനാകണമെന്ന് ആഗ്രഹിച്ചിട്ട് അബ്സല്യൂട്ട്ലി വർത്ത്ലെസ്, യൂസ്ലെസ് എന്നേ പറയാൻ പറ്റും. അപ്പൊ ദൈവത്തിന്റെ വചനം ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും നമ്മൾ ചെയ്യാൻ തയ്യാറല്ല. അറ്റ് ദി സെയിം ടൈം നമുക്ക് വലുതാകണമെന്ന് ആഗ്രഹിച്ചാൽ അത് വെറും എന്താ പറയുന്നത്, ഇമാജിനറി ആയിട്ടുള്ള ഒരു വേൾഡില് വിഡ്ഢികളെ പോലെ ജീവിക്കാന്നുള്ളൂ. ദൈവത്തിന് ഒന്നും പ്രാപിക്കാൻ നമ്മൾ വിചാരിക്കുന്നു. നോ, അബ്സല്യൂട്ട്ലി ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പൊ ദൈവം അപ്പസ്തോലന്മാരുടെ ജീവിതം കണ്ടിട്ടുണ്ടെന്നോ. സുവിശേഷ പ്രവർത്തനത്തിന് റോമിൽ പോയി താമസിച്ചു അപ്പസ്തോലൻ. അപ്പസ്തോല പ്രവൃത്തി 28 അധ്യായം എടുക്കുമ്പോൾ what is the use of knowing all these things? It's of no use. ദൈവത്തിന്റെ വചനം അറിഞ്ഞിട്ട് നമ്മുടെ ഹൃദയം അങ്ങനെ ആകുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് യു സെറ്റിൽ വിത്ത് സംതിങ് ലോ. അല്ലാതെ ഇതിനകത്ത് അപ്പസ്തോലന്മാർ മാത്രമല്ല സ്വർഗത്തിൽ പോയത്, ആണോ? കൊറിന്ത സഭയിലുള്ളവരെ അവർ വിശുദ്ധരെന്ന് വിളിച്ചു. അവർക്ക് തിന്നാൻ സ്ഥലമുണ്ട്, നിങ്ങൾക്ക് വീടുകളുണ്ട്, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട്. കാരണം നമുക്ക് ഇതിനകത്ത് ഒരാൾക്കെങ്കിലും അപ്പസ്തോലനാകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ദിസ് മൈ ഡ്യൂട്ടി ടു ഷോ ദി പാത്ത്. അതുകൊണ്ട് ഇത് വായിക്കുന്നത്. അല്ലാതെ എല്ലാവരും അപ്പസ്തോലന്മാരാകുകയില്ല, ആകാൻ ആഗ്രഹവും കാണത്തില്ല. ഇറ്റ്സ് നാച്ചുറൽ. അപ്പൊ ഇതില് അപ്പസ്തോല പ്രവൃത്തി 28 തുടങ്ങി വായിക്കുമ്പോൾ നമുക്ക് ഒരു മനുഷ്യനിലൊരു ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കാൻ പറ്റിയാൽ എൻ്റെ ജീവിതം തന്നെയായി. 28 തുടങ്ങി വായിക്കുമ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് അറിഞ്ഞുകൊള്ളുക, ദൈവത്തിന്റെ ഈ രക്ഷ വിജാതിയരുടെ അടുക്കിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു. അവർ അത് ശ്രവിക്കുകയും ചെയ്യും. അയാൾ അവിടെ സ്വന്തം ചെലവിൽ ഒരു വാടക വീട്ടിൽ 2 വത്സരം മുഴുവൻ താമസിച്ചു. തൻ്റെ അടുക്കൽ വന്നവരെല്ലാം അയാൾ സ്വാഗതം ചെയ്തു. അയാൾ ദൈവരാജ്യം പ്രസംഗിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി വളരെ പരസ്യമായും നിർവിഘ്നമായും പഠിപ്പിക്കുകയും ചെയ്തു. ഇംഗ്ലീഷിലാണ് ലാസ്റ്റ് വേർഡ് അൺഹിൻഡേർഡ് എന്ന്. അപ്പൊ അവിടെ നമുക്ക് എല്ലാവരും അപ്പസ്തോലന്മാരാണോ? അല്ല, നോ. നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കേണ്ടതാണ്. കാരണം നമ്മുടെ മക്കൾ പഠിച്ച് മിടുക്കരാകണമെന്ന് ആഗ്രഹിക്കുന്ന അപ്പനും അമ്മയും ഈ നമ്മുടെ സ്പിരിച്വൽ തലത്തില് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ളത് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ യു ആർ എ എന്താ ഹിപ്പോക്രൈറ്റാ. നോക്ക്, നമ്മുടെ മക്കൾ പുസ്തകം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അപ്പനും അമ്മയും ബൈബിൾ പഠിക്കാൻ ആഗ്രഹം ഇല്ലെങ്കിൽ നമ്പർ 1 ഡ്യൂപ്ലിക്കേറ്റ്, ഹിപ്പോക്രൈറ്റ് എന്ന് പറയാൻ പറ്റും. നമുക്ക് ദൈവം പഠിക്കാൻ ഏൽപ്പിച്ചു തന്നേക്കും ദൈവത്തിന്റെ വചനം പഠിക്കാനുള്ള തീക്ഷ്ണതയില്ലാത്ത ഒരു അപ്പന് അമ്മയ്ക്ക് മക്കളോട് ലോകത്തിലെ കാര്യം പഠിക്കാൻ പറയാൻ യാതൊരു മോറൽ റൈറ്റും ഇല്ല. ഒരു മോറൽ റൈറ്റും ഇല്ല. ഇതെല്ലാം ഹിപ്പോക്രസിയാണ്. ഈ ഹിപ്പോക്രറ്റ്സിനെ ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്. അപ്പൊ ഇവിടെ അപ്പസ്തോലൻ പൗലോസ് റോമിൽ ചെന്നു, അവിടെ താമസിക്കണം. അപ്പൊ റോമ പണ്ടത്തെ വലിയൊരു രാജ്യമാണ്. ഇന്നത്തെ അമേരിക്കയേക്കാൾ അന്നത്തെ ലോകത്തിന്റെ കണ്ടീഷൻ വെച്ച് നോക്കി അതിനേക്കാൾ ഗ്ലോറിയസ് ആയിട്ടുള്ള കിങ്ഡം റോമൻ സാമ്രാജ്യം. അപ്പോ ഇവിടെ അപ്പസ്തോലന്മാർ മാത്രമല്ല, ദേമാസ് ഈ ലോകത്തോടുള്ള സ്നേഹം നിമിത്തം അങ്ങോട്ട് പോയി. അല്ലെങ്കിൽ ഇവരെല്ലാം അപ്പസ്തോലന്മാരായിരുന്നില്ല. അപ്പൊ ഈ പൗലോസ് ഇപ്പൊ നമ്മള് അതുകൊണ്ട് ഒരു സ്ഥലത്ത് റോമിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു സാധാരണ വിശ്വാസി ആദ്യം ആഗ്രഹിക്കുന്ന എന്തായിരിക്കും?
ഇല്ല, ഇത് ഓൺലൈൻ പോകും. ഇന്നത്തെ കോൺടെക്സ്റ്റിൽ പോയിട്ട് എവിടെയാണ് ഏറ്റവും ലാഭത്തിന് വീട് കിട്ടുന്ന ഏറ്റവും നല്ല ഇതാണ് കാര്യം നോക്കുക. എന്നിട്ട് അപ്പസ്തോലനാണെന്ന് ആഗ്രഹിച്ച് ഒരു കാര്യമില്ല. നമ്മള് അതുകൊണ്ട് എല്ലാവരും അപ്പസ്തോലന്മാരാണ് അല്ല. അറ്റ് ദി സെയിം ടൈം ഇറ്റ്സ് മൈ ഡ്യൂട്ടി ടു ഇൻസ്പയർ അറ്റ്ലീസ്റ്റ് ദി യങ്സ്റ്റേഴ്സ് ടു ഡിസയർ ടു ബിക്കം ആൻ അപ്പസ്റ്റോൾ. ലോകത്തെ വെറുത്ത്, ലോകത്തിന്റെ അട്രാക്ഷൻസിനെ വെറുത്ത്, ലോകത്തെ സ്നേഹിക്കാതെ കർത്താവിനെ സ്നേഹിച്ച് ലോകത്തിന്റെ ഇങ്ങനെയുള്ള നമുക്ക് പൗലോസിന് വേണേൽ അവിടെ നമുക്ക് പൗലോസ് ബേസിക്കലി റിച്ചാ. പൗലോസ് അവിടെ സെറ്റിൽ ചെയ്യുകയല്ല ചെയ്തേനോ അറിയില്ല. കാരണം ദൈവത്തിന്റെ പ്രിലിമിനറി എക്സ്പെക്ടേഷൻസ് ഇന്നത്തെ വിശ്വാസികൾക്ക് അറിയില്ല. കാരണം കർത്താവ് പറഞ്ഞു, നിക്കോദെമസിനോട് പറഞ്ഞു, കാറ്റ് അതിന് ഇഷ്ടമുള്ളതിലേക്ക് പോകുന്നു, എന്റെ സ്വരം മാത്രമേ കേൾക്കത്തുള്ളൂ. ഇങ്ങനെയാണ് ആത്മാവിൽ നിന്ന് ജനിച്ച ഓരോരുത്തരും ഇങ്ങനെ ആയിരിക്കേണ്ടത്. അല്ലാത്തതിന് ദൈവം എന്ത് ചെയ്യാൻ പറ്റും? ഇസ്രായേൽക്കാര് അവര് ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവരും മാനിക്കുന്നവരും ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അവർ ചെയ്തില്ല, ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇസ്രായേലിന് രാജാവിനെ വേണ്ടെന്നായിരുന്നു ദൈവത്തിന്റെ തീരുമാനം. അവർ ചോദിച്ചു, രാജാവിനെ കൊടുത്തു എന്ന് പറഞ്ഞേക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യുമ്പോൾ പലതും കിട്ടും. പക്ഷെ ദൈവത്തിന്റെ പെർഫെക്റ്റ് ഇല്ല എന്ന് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇവിടെ പൗലോസ് കൊറിന്തോസിൽ പ്രവർത്തിച്ചു, ഹി ഡിഡ് നോട്ട് സെറ്റിൽ. കാരണം നമ്മൾ ലോകത്തിൽ അന്യം പരദേശിയാണെന്ന് വിശ്വസിച്ച് നോക്കി. ഇത് എല്ലാവരും കൊണ്ടും പറ്റില്ല. അല്ലാതെ ഇതൊരു ഉട്ടോപ്യൻ കൺസെപ്റ്റ് പറയുന്നതല്ല. അതുകൊണ്ട് നമ്മളാരും ഇൻഫീരിയർ ആണ്. ബട്ട് ഇതിന്റെ ഡിമാൻഡ് ചെയ്യുന്ന കണ്ടീഷൻസ് നമ്മൾ അറിഞ്ഞേ പറ്റൂ. അതറിയാതിരിക്കുന്നതിനകത്ത് അർത്ഥമില്ല. അതുകൊണ്ട് നമുക്ക് പറ്റാത്ത കാര്യം ആഗ്രഹിക്കരുത്. റോമൻസ് 12 പറഞ്ഞിരിക്കുന്നത് ഓരോ മനുഷ്യനും എന്ത് ചെയ്യണമെന്നോ? അതെ, വിശ്വാസത്തിന്റെ തോതനുസരിച്ച് തങ്ങളെ തന്നെ വിലയിരുത്തുക. വേറൊരാളുടെ വിശ്വാസം വെച്ച് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നമുക്കൊരാവശ്യം വരുമ്പോൾ നമുക്ക് കർത്താവ് വിശ്വാസം ഇല്ലെങ്കിൽ, ബാങ്ക് ഡിപ്പോസിറ്റ് ഇല്ലെങ്കിൽ ഗതികേടാവും. മക്കളും ഭാര്യയും പട്ടിണി കിടക്കും. ഹൊറിബിൾ ആവുന്ന സിറ്റുവേഷൻ. അറ്റ് ദി സെയിം ടൈം നീതിമാൻ വിശന്ന് നടക്കാൻ അനുവദിക്കില്ല എന്ന് എഴുതിയിരിക്കുന്ന ദൈവം, അല്ലെങ്കിൽ മുന്നമേ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുന്നവനെ കാത്തു സൂക്ഷിക്കുന്നു പറഞ്ഞിരിക്കുന്ന ദൈവം, നിന്നെ ഉപേക്ഷിക്കുകയില്ല കൈവിടുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ മാത്രം മതി എനിക്ക് ജീവിക്കാൻ എന്ന് വിശ്വസിക്കാൻ പറ്റാത്തവൻ, അവന് ബാങ്ക് ഡിപ്പോസിറ്റിൽ അവന്റെ കാര്യം ഗതികേടാവും. അതുകൊണ്ട് ഡോണ്ട് ട്രൈ ടു ഇമിറ്റേറ്റ് സംബഡീസ് ഫെയ്ത്ത്. വേറൊരാളുടെ വിശ്വാസം ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ വായിക്കുന്നുണ്ട്, ഇസ്രായേൽക്കാര് ഹീബ്രൂസ് 11 ഹീബ്രൂസ് 11 അതിന്റെ 26 തുടങ്ങി വായിക്കുമ്പോ 23 തുടങ്ങി വായിക്കുമ്പോ, മോശ ജനിച്ചപ്പോൾ ശിശു സുന്ദരനാണെന്ന് കണ്ട മാതാപിതാക്കൾ വിശ്വാസത്താൽ 3 മാസം ശിശുവിനെ ഒളിച്ചു വെച്ചു. രാജകൽപ്പന അവർ ഭയപ്പെട്ടില്ല. മോശ വളർന്നപ്പോൾ ഫറവോന്റെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടാൻ വിശ്വാസത്താൽ വിസമ്മതിച്ചു. പാപത്തിന്റെ ക്ഷണിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനം സഹിക്കുന്ന മർദ്ദനത്തിൽ പങ്കാളിയാകാൻ അയാൾ ആഗ്രഹിച്ചു. ക്രിസ്തുവിനെ ചൊല്ലി സഹിക്കുന്ന നിന്ന ഈജിപ്തിലെ നിധികളെക്കാൾ വിലപിടിപ്പുള്ളതാണ് എന്ന് അയാൾ കരുതി. കാരണം പ്രതിഫലത്തിൽ അയാൾ കണ്ണു നട്ടിരുന്നു. രാജകോപം ഭയപ്പെട്ടിട്ടല്ല, വിശ്വാസത്താലാണ് അയാൾ ഈജിപ്ത് വിട്ടത്. കാരണം അദൃശ്യനായവനെ കണ്ടിട്ടെന്ന പോലെ അയാൾ ഉറച്ചു നിന്നു. ആദ്യജാതനെ സംഹരിക്കുന്നവൻ ഉപദ്രവിക്കാതിരിക്കാൻ അയാൾ വിശ്വാസത്താൽ പെസഹ ആചരിച്ചു, രക്തം തെളിച്ചു. വിശ്വാസത്താൽ വരണ്ട കരയിലൂടെ എന്ന പോലെ ജനം ചെങ്കടൽ കടന്നു. അത് തന്നെ ചെയ്യാൻ മുതിർന്ന ഈജിപ്തുകാർ കടലിൽ മുങ്ങിപ്പോയി. So there is a difference between Moses and the Egyptians. മോശ വിശ്വാസത്താൽ വരണ്ട കരയിലൂടെ എന്ന പോലെ ചെങ്കടൽ കടന്നു. ആ മോശ കടക്കുന്ന കണ്ടിട്ട് ഇതുപോലെ ഞാൻ കടന്നു പോകാന്ന് വിചാരിച്ച ഈജിപ്തുകാർ വന്നത്, അവർ മുങ്ങിച്ചെത്തു. സെയിം ആണ്, രക്ഷിക്കപ്പെട്ടു, എല്ലാവർക്കും രക്ഷിക്കപ്പെട്ടത്. അറ്റ് ദി സെയിം ടൈം വിശ്വാസം ഡിഫറെന്റ്. അതുകൊണ്ട് റോമൻസ് 12 നമ്മൾ വായിച്ചത് ഓരോരുത്തരും തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസത്തിന്റെ തോതനുസരിച്ച് തങ്ങളെ തന്നെ വിലയിരുത്തണം. അപ്പൊ അറ്റ് ദി സെയിം ടൈം ഈ നമ്മൾ അപ്പസ്തോലനാകാൻ ആഗ്രഹിക്കാൻ നമ്മളെല്ലാം ബാധ്യസ്ഥരാണ്. അപ്പൊ അപ്പസ്തോലന്മാർ എങ്ങനെ ജീവിച്ചെന്നുള്ളത് നമ്മൾ പഠിച്ചേ പറ്റും. അപ്പസ്തോലന്മാർ എങ്ങനെ ജീവിച്ചു, അവർ ലോകത്തിൽ എങ്ങനെ ജീവിച്ചു, ലോകത്തിന്റെ ചപ്പായിട്ടും ചവറായിട്ടും ലോകത്തിൽ അട്രാക്ഷൻ ഇല്ലാതെ ലോകത്തിന്റെ ഒന്നും വേണ്ട, അവരെങ്ങോട്ട് പോകാനും തയ്യാറായിരുന്നു. അവര് FSOC കഴിഞ്ഞ് അവിടെ തന്നെ നിൽക്കാനല്ലായിരുന്നു. എങ്ങോട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എങ്ങോട്ട് കാറ്റടിപ്പിച്ചാലും പോകാൻ അവർ വില്ലിങ് ആയിരുന്നു.
സോ ഇന്ന് ഈ 12 അപ്പസ്തോലന്മാർക്ക് തുല്യമായിട്ട് അപ്പസ്തോലന്മാരുണ്ടെന്നല്ല, ദേ ആർ ദി ഫൗണ്ടേഷൻ. നമ്മൾ വായിക്കുന്നുണ്ട്, എഫേഷ്യൻസിൽ വായിക്കുന്നുണ്ട്, അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും ആകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ട സഭ. ആ അപ്പസ്തോലന്മാർ നമ്മളാവുന്നല്ല. അറ്റ് ദി സെയിം ടൈം അപ്പസ്തോലിക് ക്വാളിറ്റിയിൽ, വിശ്വാസത്തില്, സ്പിരിച്വൽ ക്വാളിറ്റിയിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും എത്തിപ്പെടാൻ പറ്റും. ഇറ്റ് ഈസ് ഫോർ എവരിബഡി. കാരണം നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ടോപ്പായി തീരുക എന്നുള്ള ദൈവത്തിന്റെ സ്വപ്നം. നമ്മൾ ആസ് വി ആർ ഗ്രോയിങ് അതിന്റെ ഹയർ ലെവലിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകും. എന്നാൽ ഇത് മതി, ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ ദൈവം ആരും നിർബന്ധിക്കത്തില്ല. ആ 12 പേരോടും കൂടെ കർത്താവ് ചോദിച്ചു, നിങ്ങളും പോകുന്നു എന്ന് പറഞ്ഞേക്കുന്ന പോലെ ഈ കൊച്ചു പിള്ളേരില് എനിക്കൊരു അപ്പസ്തോലനാകണമെന്നൊരു ചെറിയ ആഗ്രഹം ആരുടെയെങ്കിലും ഒരാളുടെ ഉള്ളിൽ ഉണ്ടാകാൻ പറ്റിയാല് നമ്മുടെ ബൈബിൾ സ്റ്റഡി അനുഗ്രഹിക്കപ്പെട്ടു. അല്ലെങ്കിൽ ഇത് നമുക്ക് പറ്റാത്തതാണ്, ഇത് നടക്കാത്ത കാര്യമെന്ന് പറയുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ല നമ്മളിത് പറയുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ക്രിസ്ത്യാനിറ്റി. അത് കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും. അപ്പൊ വലിയ ചെറുതൊക്കെ ഉണ്ട്, ഏത് ലെവലിൽ വേണമെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. നമുക്കിപ്പോ എങ്ങനെയെങ്കിലും എന്നാലും ആത്മാവെങ്കിലും നഷ്ടപ്പെടാതിരുന്ന ദാറ്റ് ഇസ് ഗ്രേറ്റ്. നമ്മൾ 1 Corinthians 3 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, തീയിലൂടെ എന്ന പോലെ ഭക്ഷിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി. കാരണം മറ്റേത് എറ്റേണൽ ലേക്ക് ഓഫ് ഫയറിൽ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ പിന്നെ സംഗതി ആ പ്രശ്നം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ലെറ്റ് us ഗോ ബാക്ക് ടു സെഫാനിയയില് അപ്പൊ കർത്താവോട് പറഞ്ഞിരിക്കുന്നത് മനുഷ്യനെയും മൃഗത്തെയും ഒക്കെ നശിപ്പിച്ച് കളയുന്ന പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ ലോകം ദൈവത്തിൻ്റെതാണ്. അപ്പൊ ദൈവഭയത്തിൽ നമ്മൾ ജീവിച്ചേ പറ്റൂ, അല്ലാതെ there is no other way. സെഫനിയ 1 അതെ, അവിടെ നമ്മൾ വായിച്ചു 4 തുടങ്ങി വായിച്ചു. യഹൂദായ്ക്കും സർവ്വ ജെറുസലേം നിവാസികൾക്കും എതിരെ ഞാൻ എൻ്റെ കരം നീട്ടും. ഇത് അന്നത്തെ കോണ്ടെക്സ്റ്റിൽ അന്ന് പ്രസന്റ് ടെൻസ് ആയിട്ട് എഴുതിയിരിക്കുന്ന കാര്യം ഇത്. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇതുപോലെ പാപത്തിൽ പോയാൽ ആസ് എ നേഷനെതിരായിട്ട് ഇന്ന് കൈ നീട്ടാൻ പറ്റത്തില്ല. ഇന്ന് ലോകത്തോടെ ദൈവം ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇസ്രായേൽക്കാരുടെ രാജ്യവും അതിനോടൊന്നും അല്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പാപത്തിൽ ജീവിച്ച ആസ് എ ഇൻഡിവിജ്വൽ ലെവലിൽ ദൈവം ഡീൽ ചെയ്യും. കാരണം ലോത്തും ഭാര്യയും 2 മക്കളും പോയി. അതിനകത്ത് ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായി പോയി, ലോത്ത് രക്ഷപ്പെട്ടു. പിന്നീട് 2 മക്കള് നാശത്തിൽ പെട്ടുപോയി. അപ്പം നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ലോകം എങ്ങനെയും പോട്ടെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അറ്റ് ദി സെയിം ടൈം തിമോത്തിയോസിന്റെ കർത്താവ് പറഞ്ഞല്ലേ, പൗലോസ് പറഞ്ഞു, കീപ് thyself പ്യുവർ. നിന്നെ തന്നെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുക. നമുക്ക് ലോകം അല്ലെങ്കിൽ ഒന്നും പറ്റില്ല. കീപ് thyself പ്യുവർ ഇൻ ദി സൈറ്റ് ഓഫ് ദി ലോർഡ്. അപ്പോ ഇവിടെ നമ്മൾ ചിന്തിച്ചതാണ്, വിഗ്രഹാരാധകരായ പുരോഹിതരുടെ നാമവും ഞാൻ വിച്ഛേദിച്ച് കളയും. നമ്മൾ ചിന്തിച്ചതാണ്, അവർ കർത്താവിന്റെ നാമം ഉപയോഗിക്കുന്നുണ്ട്, മിൽക്കോമിന്റെ നാമം ഉപയോഗിക്കുന്നുണ്ട്, കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, സമ്പത്തിനെ സ്നേഹിക്കുന്നുണ്ട്. എങ്കിൽ അബ്സല്യൂട്ട്ലി അവർ ലൈഫ് ഈസ് ഗോയിങ് ടു ബി എന്താ പറയുന്നത്, ദൈവത്തെ നശിപ്പിക്കപ്പെടാനുള്ള ഒരു ലൈഫായി തീരുക. കാരണം ലോകത്തെ സ്നേഹിച്ച് കർത്താവിനെ സ്നേഹിക്കാൻ പറ്റത്തില്ല. 2 കൂടി ഒന്നിച്ച് കൊണ്ടുവന്ന് വിചാരിക്കുന്ന നമ്മുടെ മിഥ്യാധാരണയാണ്. നോ, ഇംപോസിബിൾ. നമ്മൾ കർത്താവിനെ അറിയാത്തതുകൊണ്ട്, കർത്താവിന്റെ ക്യാരക്ടർ അറിയാത്തതുകൊണ്ട്. നോക്ക്, കർത്താവിന്റെ അടുത്ത് വന്നിട്ട് യു കനോട്ട് ബി ദി സെയിം ആസ് ബിഫോർ. 2 പേരെ നമുക്കറിയാം. സക്കായി വന്നു, ഫിലിപ്പൈൻ ജയിലധികാരിയും കുടുംബവും കർത്താവിലേക്ക്. നമ്മൾ വായിക്കുന്ന ജയിലധികാരിയും കുടുംബവും കർത്താവിൽ സന്തോഷിച്ചു. കുടുംബമായിട്ട് അവർ സന്തോഷിച്ചു കർത്താവിൽ വന്നതിൽ. എന്നാൽ ഒരു റിച്ച് ആയിട്ടുള്ള യങ് ആള് വന്നു, ദുഃഖിതനായി പോയി. കാരണം എന്തായിരുന്നു? ഇല്ല, ഞാൻ ചോദിച്ചോട്ടെ, കാരണം ഇത് ഇറ്റ്സ് അവർ ഡ്യൂട്ടി ടു ഇൻട്രോസ്പെക്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കാൻ പറഞ്ഞ എത്ര പേര് അനുഗമിക്കും നമ്മളിൽ? ചിന്തിച്ചു. മൈ ആൻസർ ഇൻ 1 second, 100%. 2 സെക്കൻഡ് എടുക്കില്ല ആൻസറിന്. നോ, അബ്സല്യൂട്ട്ലി ഇൻസ്റ്റന്റേനിയസ് ആൻസർ, വാട്ട് എവർ ഇറ്റ് ഈസ്. അബ്സല്യൂട്ട്ലി. രണ്ടാമത് 1 സെക്കൻഡ് ചിന്തിക്കേണ്ട ആവശ്യമില്ല. വാട്ട് എവർ ലോർഡ് ഈസ് ടെല്ലിങ്, ഐ വിൽ ഒബേ. പത്രോസ് പറഞ്ഞാലേ ആയിരിക്കും ചിലപ്പോ. പത്രോസ് പറഞ്ഞില്ല, ഞാൻ മരിക്കേണ്ട വന്നാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്ന്. പത്രോസ് അത് പറഞ്ഞപ്പോ മരിക്കേണ്ട വന്നാൽ ഉപേക്ഷിക്കാൻ പത്രോസിന് എന്തെങ്കിലും തീരുമാനം ഉണ്ടായിരുന്നോ? നോ, ഹി വാസ് 100% സിൻസിയർ. സെയിം വേ ഐ റെഡി ടു ഡൈ ഫോർ ദി ലോർഡ്. എന്തൊക്കെ വിറ്റ് ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ അബ്സല്യൂട്ട്ലി നോ. ഒരു സെക്കൻഡ് തോട്ടിന്റെ ആവശ്യമില്ല. അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. കർത്താവ് പഠിപ്പിച്ച, കർത്താവിന്റെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നോ? കർത്താവ് ആ പയ്യനോട് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. കർത്താവിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു? നിന്റെ കിടക്കുന്ന ഒലിവ് മലയിലായിരുന്നു, കിടപ്പേട ഇല്ലായിരുന്നു, ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ കർത്താവിനെ അടുത്ത് ചെന്നിട്ട് കർത്താവ് പറയുന്ന അനുസരിക്കാത്തവന് ദുഃഖിതനായിട്ട് മാത്രമേ മടങ്ങി പോകാൻ പറ്റൂ. അപ്പൊ സന്തോഷം ദൈവം തരുന്നതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, മിൽക്കോമിനെയും കർത്താവിനെയും ഒന്നിച്ച് ആരാധിക്കരുത്. യാക്കോബ് 4:4 വായിക്കുമ്പോ,
വിശുദ്ധരായ ജന്തുക്കൾ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ലോകത്തിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവർ സ്വയം ദൈവത്തിന്റെ ശത്രുവായിത്തീരുന്നു. അതെ, അതായത് ലോകത്തിന്റെ മിത്രം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സാധനം എന്താ? ഗൂഗിൾ മാപ്പും ആ ഗ്ലോബുവാ. ഇത് ലോകത്തിന്റെ മിത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫ്, ദി ഡിസൈഡ്സ് ഇൻ ദി വേൾഡ്, ഇതൊക്കെയാണ്. ഇത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അവിശ്വസ്തരായിട്ടുള്ള ജന്തുക്കൾ. ബൈബിൾ നോക്ക്, മനുഷ്യനെ കർത്താവ് ഉപയോഗിച്ചിട്ടുള്ള ടെർമിനോളജീസ് പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട്. കർത്താവ് മനുഷ്യനെ പട്ടി, നായും ഇല്ല, അങ്ങനെയല്ല. മൂത്തെടുത്ത് പന്നി കിട്ടു കൊടുക്കരുത്, മൂത്തെടുത്ത് പട്ടി കിട്ടു കൊടുക്കരുത് എന്ന് പറഞ്ഞത് മനുഷ്യരെ ഉദ്ദേശിച്ചിട്ടാ. പൗലോസ് ഫിലിപ്പി ലേഖനം എന്താ 3 തുടങ്ങുന്നത് എന്താ? ഫിലിപ്പി ലേഖനത്തിൽ ഫൂളിഷ് ഗലേഷ്യൻസ് എന്നാണ് പറയുന്നത്. ഫിലിപ്പി 3 തുടങ്ങുന്നത് എങ്ങനെയാ? നായ്ക്കൾ എന്നാ വിളിക്കുന്നത് മനുഷ്യരെ. അത് മനുഷ്യനെ വിളിക്കുന്നത് നായ്ക്കൾ. അതായത് ഒരു ജൂയിഷ് കൾച്ചറിൽ നായ്ക്കൾ എന്ന് വിളിക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള ഒരു വേട. പട്ടിക്ക് സ്നേഹം ഉണ്ടായതൊക്കെ ഈ യൂസ്ലെസ് ആൾക്കാരുടെ ഇടയിൽ വന്നപ്പോൾ, അല്ലെങ്കിൽ പട്ടി എന്ന് പറഞ്ഞ ഒരു മ്ലേച്ഛതയുടെ സൈനാ പട്ടി. അപ്പൊ ഇതിനകത്ത് ഇവിടെ വിളിച്ചേക്കുന്നത് ലോകത്തോടുള്ള സ്നേഹവും ലോകത്തിലെ സ്വപ്നങ്ങളും ഉള്ളവരെ ദൈവത്തിന്റെ വചനം വിളിച്ചേക്കുന്നത് എന്തെന്നാ? എന്താ? ജന്തുക്കൾ എന്നാ വിളിച്ചേക്കുന്നത്. അതായത് they cannot be equated with the human beings. The reason മനുഷ്യനും മൃഗമായിട്ടുള്ള വ്യത്യാസം ദൈവമായിട്ടുള്ള സൗണ്ട് റിലേഷനാണ്. 6-ാം ദിവസം മനുഷ്യനും മൃഗത്തെയും ദൈവം ഉണ്ടാക്കിയത്. ഈ മനുഷ്യനുണ്ടായിരിക്കേണ്ട യൂണീക്നെസ് എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള വണ്ണസ്സാണ്. ദൈവമായിട്ടുള്ള വണ്ണസ് ഇല്ലെങ്കിൽ ഇവൻ ആരാ? ജന്തുവാ, കുരങ്ങ. അല്ലെങ്കിൽ കുരങ്ങിനെയും മനുഷ്യനെ ഒറ്റ ദിവസം ഉണ്ടാക്കി, വെർട്ടിബ്രേറ്റ്സ്, 6th day അല്ലേ? അതെ. അപ്പൊ ഇതിനകത്ത് എലിന്നൊക്കെ മനുഷ്യനെ വിളിക്കുന്നുണ്ട് പല സ്ഥലത്തും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ടത് നോക്ക്, നമ്മൾ നശിച്ചു പോകരുത്. കർത്താവിനെ സ്നേഹിച്ച് രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ് നമ്മളെ വിളിച്ചേക്കുന്നത്. ഈ ലോകത്തിന്റെ അട്രാക്ഷൻ കണ്ട്, അല്ലെ ലോകത്തിന്റെ ഇമ്പം കണ്ട്, ലോകത്തിന്റെ നമുക്ക് വി ഷുഡ് നോട്ട് ബി ലൈക്ക് ദി പീപ്പിൾ ഓഫ് ദി വേൾഡ്. നമ്മൾ ഈ ലോകക്കാരെ പോലെ ജീവിക്കരുത്. നമ്മുടെ ലൈഫ് യുണീക്ക് ആയിരിക്കണം. അതുകൊണ്ട് നമ്മൾ പെർഫെക്റ്റ് ആയിരുന്നല്ല, അറ്റ്ലീസ്റ്റ് ഒരു ഡിസയർ പോലും ഇല്ലെങ്കിലും നമുക്കൊരു അപ്പസ്തോലനാകാനുള്ള ഡിസയർ പോലും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എവിടെ ചെന്ന് അവസാനിക്കുന്നു? അപ്പസ്തോലനാകാനുള്ള ഡിസയർ ഉണ്ട്. സബദിയുടെ മക്കളെ ആരാക്കാനായിരുന്നു? ഒന്ന് സുപ്രീം കമാൻഡറും ഒന്ന് പ്രൈം മിനിസ്റ്ററും എന്ന് പറഞ്ഞേക്കുന്ന പോലെ അപ്പസ്തോലനാകാൻ ആഗ്രഹമുണ്ട്. അപ്പസ്തോലിന്റെ ഡിമാൻഡ്സ് വായിച്ചപ്പോ അത് ഇഷ്ടമുണ്ടോ? അതായത് ലോകത്തിന്റെ ചപ്പായിട്ട്, ചവറായിട്ട്, ഏറ്റവും പുറകിൽ നിർത്തിയേക്കുന്നവരായിട്ട്, നിന്ദിക്കപ്പെടുന്നവരായിട്ട്, അബോധിക്കപ്പെടുന്നവരായിട്ട്, അതായത് ഉണ്ണാനില്ലാത്തവരായിട്ട്, ഉടുക്കാനില്ലാത്തവരായിട്ട്, പാർപ്പിടം ഇല്ലാത്തവരായിട്ട്, വാടക വീട്ടിൽ താമസിക്കുന്നവരായിട്ട്. എന്നാല് മനുഷ്യന് ഇതിനെല്ലാം അപ്പുറത്തേക്കുള്ള വേൾഡ്ലി ഡ്രീംസ് ആണെങ്കിൽ മരിച്ച സ്വർഗത്തിൽ പോകില്ലെന്നല്ല. ഡോണ്ട് ഡിസയർ ടു ബിക്കം അറ്റൈനിങ് ദി അപ്പസ്റ്റോലിക് സ്പിരിച്വൽ ക്വാളിറ്റി. സ്പിരിച്വൽ ക്വാളിറ്റി അല്ല നമുക്ക് അപ്പസ്തോലനാകാൻ പറ്റത്തില്ല. നോ, ആ ബേസിക് അപ്പസ്തോലന്മാരാകാൻ പറ്റത്തില്ല. അത് ഫൗണ്ടേഷൻ കഴിഞ്ഞു പോയി. അപ്പസ്തോലൻ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ട ആളെന്നുള്ള മീനിങ് ഉള്ളൂ. അതിന്റെ ലിറ്ററൽ മീനിങ്. അറ്റ് ദി സെയിം ടൈം കാരണം നമ്മൾ വായിക്കുന്നുണ്ട് ലൂക്ക് ചാപ്റ്റർ 10 തോന്നുന്നു, ശിഷ്യന്മാരെ വിളിച്ചിട്ട് അതിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പസ്തോലന്മാരെന്ന് പേര് കൊടുത്തു. അപ്പൊ ഡിസൈപ്പിൾസിന്നാണ് അപ്പസ്തോലൻ. പക്ഷെ ഡിസൈപ്പിൾ സ്റ്റാറ്റസും ഉണ്ട്, അപ്പസ്റ്റോലിക് ഷേപ്പും ഉണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിനെ വിളിക്കുന്നവർ മിൽക്കോമിനെ വിളിക്കരുത്. മിൽക്കോമിന്റെ മുമ്പിൽ തല കുനിക്കരുത്. ധനത്തിന്റെ ദേവത മാമോന്റെ മുമ്പിൽ തല കുനിക്കരുത്. കർത്താവിന്റെ മുമ്പിൽ തല കുനിച്ച് നമ്മുടെ ഫിസിക്കൽ നീഡ്സ് കർത്താവിന്ന് വരട്ടെ. മാമോനെ സേവിച്ചിട്ടല്ല, ലോകത്തെ സേവിച്ചിട്ടല്ല, കർത്താവിന്റെ മുമ്പിൽ തല കുനിച്ചിട്ടല്ല, മാമോന്റെ മുമ്പിൽ തല കുനിച്ചിട്ടല്ല, കർത്താവിന്റെ മുമ്പിൽ തല കുനിക്കുന്നവരുടെ ഫിസിക്കൽ നീഡ്സ് ഈ ദൈവം നിറവേറ്റി തരും. അപ്പസ്തോലന്മാരോട് ചോദിച്ചു, നിങ്ങൾ 3.5 വർഷമായിട്ട് എൻ്റെ പിന്നാലെ ഒന്നും ഇല്ലാത്തവരായിട്ട് വന്നിട്ട് നിങ്ങൾക്കൊരു കുറവുണ്ടായില്ലെങ്കിൽ, ഈ കർത്താവിന്റെ പിന്നാലെ ഒന്നും ഇല്ലാതെ പോയാല് there is no question of ഇല്ലായ്മ. ഇമ്പോസിബിൾ. കർത്താവിനോട് പ്രാർത്ഥിക്കും. ജോലി സ്നേഹത്താൽ നാഥൻ